ഹലോ ഹലോ വിവാൻ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിക്കുന്ന സൈക്കോ തെറാപ്പിയുടെ മറ്റൊരു സൗജന്യ വെബിനാർ നമ്മളിവിടെ സമാരംഭം കുറിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും നിസാവ് സാറിന്റെ നേതൃത്വത്തിലായിട്ട് നടക്കുന്ന സൈക്കോ തെറാപ്പി ഡിസ്കഷൻ കഴിഞ്ഞ കുറെ എപ്പിസോഡുകളിൽ വ്യത്യസ്തമായിട്ടുള്ള സൈക്കോ തെറാപ്പികളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. എസ് എ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് തെറാപ്പികൾ, 100-ലധികം തെറാപ്പികൾ അവൈലബിൾ ആണ്. അതിൽ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്ത് വരുന്ന തെറാപ്പികളെ നമ്മൾ മനസ്സിലാക്കുക. നമ്മളുടെ അടുത്തേക്ക് എത്തുന്ന ക്ലയൻസിന് ഏതാണോ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്, അവർക്ക് നമ്മൾ അസസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് ഏതാണോ നമുക്ക് നൽകാൻ പറ്റുക, അതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് നൽകാനുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ പ്രാപ്തമാവുക. ആ രീതിയിൽ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ സ്കിൽഡ് ആക്കുക എന്നുള്ളതാണ് ഈ ഒരു എപ്പിസോഡിന്റെയും ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെയും നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. മെന്റൽ ഇൽനെസ് എന്നതിനേക്കാൾ അപ്പുറത്ത് അവിടെ ഒരു മെന്റൽ വെൽനെസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും പറ്റണം. മെന്റൽ ഇൽനെസ് ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരാൾക്ക് മെന്റൽ വെൽനെസ്സിലേക്ക് നമ്മൾ എത്തിക്കണമെങ്കിൽ ചെറിയൊരു പണി പോരാ. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? മനസ്സിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഒരു ഒരു ഹൃദയത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ അതിന്റെ ഒരു ഏകദേശം ഘടനയും അതിന്റെ ഒരു കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കിയെടുത്താൽ മതിയാകും. അതേപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലെ ഓരോ ഓർഗൻസിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് പറ്റും. പക്ഷെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം, മനസ്സ് എന്ന് പറയുന്നതിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെ, ബ്രെയിനിന്റെ പ്രവർത്തനം, ബ്രെയിൻ പ്രവർത്തിക്കുന്നത് അതെന്താണോ എന്നുള്ളത് ആ രൂപത്തിൽ മനസ്സിനെ നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് അത് ശരിക്കും നമ്മൾ അനുഭവിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരാൾക്കൊരു പല്ലുവേദന വന്നു, അതല്ലെങ്കിൽ ഒരു 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 പ്രശ്നം വന്ന് നമ്മൾ അവർക്കൊരു ടാബ്ലറ്റ് കൊടുക്കുന്നത് പോലെയല്ല സൈക്കോ തെറാപ്പികൾ നമ്മൾ നൽകുന്നത്, അല്ലെങ്കിൽ കൗൺസിലിംഗ് നൽകുന്നത്. ഓരോരുത്തരെയും നമ്മൾ മനസ്സിലാക്കി ഇൻഡിവിജ്വലി യുണീക്ക് ആയിട്ടുള്ള വ്യത്യസ്ത മനുഷ്യന്മാരെ അവരുടെ ക്ലിനിക്കൽ ഇന്റർവ്യൂവിലൂടെ കൃത്യമായിട്ട് അസസ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അവരിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അപ്ഡേറ്റഡ് ആകുക എന്നുള്ളതും, അതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങളെ ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നതോടൊപ്പവും നമ്മളിലേക്ക് എത്തുന്ന ഓരോ ക്ലയൻസും ശരിക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അതിലൂടെയാണ് നമുക്ക് ഒരുപാട് ആളുകളെ ഇൽനെസ്സിൽ നിന്ന് വെൽനെസ്സിലേക്ക് ഒരു 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 ഗ്ലാസ്സിനെ നമ്മൾ എംറ്റി ആക്കുകയല്ല ചെയ്യുന്നത് അല്ലെ. അവിടെ ഒരു ഇൽനെസ് ഉണ്ടെങ്കിൽ ആ ഇൽനെസ്സിനെ മാറ്റിക്കൊടുക്കുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. അതിനേക്കാൾ അപ്പുറത്ത് ആ ഒരു എംറ്റി സ്പേസിൽ നമ്മളൊരു വെൽനെസ് കൂടി നൽകുകയാണ് അല്ലെ. ഒരു പ്രതീക്ഷയില്ലാതെ സങ്കടപ്പെട്ട് പ്രയാസപ്പെട്ട് നമ്മുടെ അടുത്തേക്ക് എത്തുന്ന ഒരാൾക്ക് പ്രതീക്ഷയോടെ തിരിച്ചു പോകാൻ ഒരൊറ്റ സെഷൻ കൊണ്ടല്ല, ഒരൊറ്റ സെഷൻ കൊണ്ട് തിരിച്ചുവിടാനുള്ള മാന്ത്രിക വിദ്യ ഒന്നും കൗൺസിലിങ്ങിലോ സൈക്കോ തെറാപ്പിയിലോ ഇല്ല. കാരണം ചിലപ്പോൾ 20 വർഷം 23 വർഷമുള്ള ഒരാളെ ആങ്സൈറ്റി ആയിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവും, അല്ല 15 വർഷമുള്ള ഡിപ്രഷനുമായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ടാവും. അപ്പൊ അവരെ ഒരു വർഷം ഒരു മണിക്കൂർ സെഷൻ കൊണ്ട് എല്ലാം മാറ്റി കൊടുക്കാൻ പറ്റുമൊന്നുമില്ല. ചില ആളുകളൊക്കെ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു മാജിക് ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ അവിടെ ക്ലിനിക്കൽ ഇന്റർവ്യൂല് കേസ് ഹിസ്റ്ററി MSc ഒക്കെ തയ്യാറാക്കുന്നതിലൂടെ നമ്മൾ കൃത്യമായിട്ട് അവരെ മനസ്സിലാക്കി ഇവർക്ക് എന്ത് തെറാപ്പി കൊടുക്കണം, എന്ത് ഏത് രീതിയിൽ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യണം എന്നത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി അവരോട് ചേർന്ന് അവരുടെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ അവരെ ഇൽനെസ്സിൽ നിന്ന് വെൽനെസ്സിലേക്ക് എത്തിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ഒരു നന്മയോ സുഹൃതമോ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വലിയ ലോകത്താണ് നമ്മൾ ആസ് എ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ നമ്മൾ ഓരോരുത്തരും നിലനിൽക്കുന്നത്. നമ്മളെ തേടി നമ്മളെ കാത്ത് ഇരിക്കുന്ന ആയിരക്കണക്കായുള്ള ആളുകൾ, അവർക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള സേവനങ്ങൾ ലഭ്യമാക്കാൻ നമ്മൾ തന്നെ എന്ത് ചെയ്യണം? ഇറങ്ങി പുറപ്പെടണം. നമ്മൾ തന്നെ വിചാരിക്കണം നമ്മൾ ഇങ്ങനെയായാൽ പോരാ. നമ്മളുടെ ഒരു കൗൺസിലിങ്ങും നമ്മളുടെ തെറാപ്പികളും ഇതേപോലെ പോരാ, കുറച്ചും കൂടി എഫക്റ്റീവ് ആവേണ്ടതുണ്ട്. നമ്മളുടെ സമീപനങ്ങൾ മാറ്റേണ്ടതുണ്ട്, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റേണ്ടതുണ്ട്.
ചില സമയത്ത് നമ്മളുടെ ഒരു സാന്നിധ്യം മാത്രം മതിയാകും അവർക്ക്. നമ്മളുടെ ഒരു സാന്നിധ്യം, നമ്മളുടെ ഒരു അപ്രോച്ച്, നമ്മളുടെ ഒരു വേഷം, നമ്മളുടെ ഒരു വാക്ക്, നമ്മളുടെ ഒരു 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 ടച്ച്, ഇതിനൊക്കെ ഒരുപാട് വിലയുണ്ട്. അത് നമ്മളിലൂടെ, നമ്മൾ എന്ന ഓരോരുത്തരും നവീകരിക്കപ്പെടുക, സംസ്കരിക്കപ്പെടുക, സമുദ്ധരിക്കപ്പെടുക, നമ്മൾ അവരിലേക്ക് ഏറ്റവും മനോഹരമായിട്ട്, ഓപ്പൺ ആയിട്ട് തന്നെ അവരിലേക്ക് എത്താൻ ശ്രമിക്കുക എന്നൊക്കെ ഉള്ളത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ തെറാപ്പികൾ, വ്യത്യസ്തമായിട്ടുള്ള തെറാപ്പികൾ, CBT ഏറ്റവും മനോഹരമായിട്ടുള്ള തെറാപ്പിയാണ്. DBT ഉണ്ട്. അതേപോലെ തന്നെ സൊല്യൂഷൻ ഫോക്കസ്ഡ് തെറാപ്പി. ചില ആളുകൾക്ക് പെട്ടെന്നുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും അവർക്ക് വേണ്ടി വരിക. അപ്പോൾ ഇതൊക്കെ ക്ലിനിക്കൽ ഇന്റർവ്യൂ അസസ്മെന്റിലൂടെയാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഏത് തെറാപ്പി കൊടുക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 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 സീരീസ് ഓഫ് തെറാപ്പി, നമ്മളിപ്പോൾ ഓൾറെഡി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ 20-ലധികം തെറാപ്പികൾ നമ്മൾ ഓൾറെഡി സൗജന്യമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നിസാവ് സാറിന്റെ നേതൃത്വത്തിലായിട്ട് നമ്മൾ നടക്കുന്ന CBT, കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയുടെ വർക്ക്ഷോപ്പ്, 5 days വർക്ക്ഷോപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ബിഹേവിയറൽ മാനേജ്മെന്റ് തെറാപ്പിയുടെ വർക്ക്ഷോപ്പുകൾ അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നു. അങ്ങനെ സൗജന്യമായിട്ടും അല്ലാതെയുമുള്ള വ്യത്യസ്തമായിട്ടുള്ള വർക്ക്ഷോപ്പുകളും കോഴ്സുകളും ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇതുവരെയുള്ള നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾക്കും അതേപോലെ തന്നെ നിങ്ങളുടെ സാന്നിധ്യങ്ങൾക്കും സ്നേഹവും സന്തോഷമൊക്കെ അറിയിക്കുകയാണ്. നമ്മൾ പറയാതെ തന്നെ പല ആളുകളും നമ്മളുടെ പോസ്റ്ററുകൾ മറ്റു ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തും സ്റ്റാറ്റസ് വെച്ചും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ മുഴുസമയം പങ്കെടുത്തുമൊക്കെ നമ്മുടെ കൂടെയുള്ളതിലുള്ള എല്ലാവിധ സന്തോഷങ്ങളും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്ന നമ്മുടെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും സൈക്കോ തെറാപ്പിസ്റ്റും റെമഡിയൽ ട്രെയിനറും ആയിട്ടുള്ള നിസാവ് അഹമ്മദ് കുട്ടി സാർ, ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാലിക്കറ്റ് സ്വദേശിയാണ്, ഇപ്പോൾ അബുദാബിയിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു മേഖലയിൽ അത്യാവശ്യം ഒരുപാട് കേസുകൾ എടുത്ത് എക്സ്പീരിയൻസ് ഉള്ള സാറ് ഇന്ന് നമുക്ക് വളരെ മനോഹരമായി തന്നെ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യും. ട്രാൻസ്ഫറൻസ് ഫോക്കസ്ഡ് സൈക്കോ തെറാപ്പിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന വിഷയം. അപ്പോൾ സാറ് വളരെ നന്നായി തന്നെ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യും. എല്ലാവരും ആദ്യാവസാനം ഉണ്ടാവുക. നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രം പിരിയുക. അപ്പോൾ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിസാവ് സാറിനെ വളരെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. Okay. Thank you. Hi, good evening all. Audible അല്ലേ? Good evening, Good sir. evening. Good evening. Okay, thank you. നമ്മൾ സാറ് പറഞ്ഞതുപോലെ മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡ് ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും നടന്നു വരുന്ന ചെറിയൊരു സൈക്കോ തെറാപ്പി തന്നെ ഡയറക്റ്റായിട്ട് തന്നെ എന്നെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. പലർക്കും ഈ ഒരു ക്ലാസ്സും സ്ഥിരമായിട്ട് വരുന്ന ആളുകളൊക്കെ തന്നെയാണ്. എങ്കിൽ പോലും എൻ്റെ പേര് നിസാവാണ്. ഞാനിപ്പോൾ അബുദാബിയിൽ നിന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു ഓൾ. അപ്പോൾ ഇന്നത്തെ ഒരു സൈക്കോ തെറാപ്പിയിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഒരു ആശംസകളും നന്ദിയൊക്കെ അറിയിക്കുന്നു. അപ്പോൾ ഈ ഒരു തെറാപ്പിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണയായിട്ട് മറ്റുള്ള തെറാപ്പികളിലേക്കും ഏറ്റവും സ്പെഷ്യലായിട്ട് തന്നെ ഇതിനെ നമുക്ക് എടുത്തു കാണിക്കാം. കാരണം ഒരു സൈക്കോ ഡൈനാമിക്, അതായത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തെറാപ്പിയിൽ നിന്ന് ഒരു കാലത്ത് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന സമയത്ത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിക്ക് മാത്രമായിട്ട് ഒരു തെറാപ്പി ഒരാൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെയായിരുന്നു അന്നത്തെ കാലത്ത്. കാരണം ഇമോഷൻ റെഗുലേഷൻസ് തീരെ എന്താണ് ഒരാൾക്ക് പറ്റാത്ത, അതാണ് ബോർഡർ ലൈൻ ഡിസോർഡർ എന്ന് പറയുന്നത്. അദ്ദേഹം എന്താണ്, ഒരാൾക്ക് സ്വന്തം വൈകാരികമായുള്ള പ്രശ്നങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതിന് മാത്രമായിട്ടൊരു തെറാപ്പിയിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു തെറാപ്പിയാണ് ട്രാൻസ്ഫറൻസ് ഫോക്കസ് തെറാപ്പി എന്ന് പറയുന്നത്. പക്ഷെ ഇതിന് അനുകൂലമായിട്ട് എന്താണ്, പിന്നീട് പല മേഖലയിലേക്കും ഇത് യൂസ്ഡ് ആയി ഡിപ്രഷൻ, ആങ്സൈറ്റി പോലത്തുള്ള, അതുപോലെ തന്നെ മറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിലൊക്കെ മാത്രമല്ല, പ്രധാനമായിട്ട് ഇതിൻ്റെ ഒപ്പം ഒരു നാർസിസിക് MPDയിലേക്ക്
പ്രത്യേകമായിട്ട് ഇതിനെ യൂസ് ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം ഒരു സൈക്കോളജി മേഖലയിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അല്ലെ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഏത് മേഖലയിൽ നിങ്ങൾ നാർസിസ്റ്റിക്കിനെ നമുക്ക് ഒന്ന് ഹാൻഡിൽ ചെയ്യാനോ ഒരു 100% നമുക്ക് എങ്ങനെയെങ്കിലും അതിനെ രക്ഷപ്പെടുത്തി കൊടുക്കാനും കഴിയാത്തൊരവസ്ഥയാണ്. അറ്റ്ലീസ്റ്റ് ഒരു 50% എങ്കിലും ഒരു NPD ഉള്ള ഒരാളെ അല്ലെങ്കിൽ ആ അനുഭവിക്കുന്ന ഫാമിലിയെ നമുക്ക് അയാളിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ല അവളിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കാനോ നമുക്ക് കഴിയുമെങ്കിൽ ഈ ഒരു തെറാപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയും. കാരണം അത്രയും ഈ ഒരു ഇതിന്റെ ടൂൾസ്. യെസ്, സൗണ്ട് കുറവായിരുന്നു. സൗണ്ട് കുറവാണോ? അതെ, കുറവാ. ഞാൻ ഫുള്ള് വോളിയം ഇട്ടിട്ടും ശരിക്കും ക്ലിയർ അല്ല. എല്ലാവർക്കും അതുപോലെ തന്നെയാണോ? സൗണ്ട് കുഴപ്പമില്ലല്ലോ. കേക്കാം നന്നായി കേൾക്കുന്നുണ്ട്. നന്നായി കേൾക്കുന്നുണ്ട്. ക്ലിയർ ആണ് ക്ലിയർ ആണ്. ഹെഡ്സെറ്റ് വെക്കുന്നവർക്ക് നല്ല സൗണ്ടിന് കിട്ടും, അല്ലാത്തവർക്ക് കുറയും തോന്നുന്നുണ്ട്. അല്ല ഇല്ല ഞാൻ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നില്ല, കുഴപ്പമൊന്നുമില്ല. എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു ഇന്നലെ, പക്ഷെ ഇന്ന് നല്ല ക്ലിയർ ഉണ്ട്. ഓക്കെ, അത് ചില ഫോണിൻ്റെതായിരിക്കും. ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ വോളിയം കുറച്ചിട്ടുണ്ടോ എന്ന് നോക്കി. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു തെറാപ്പിയിലേക്ക് നാം പറഞ്ഞു വന്നിട്ട് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയെ സ്പെസിഫിക് ആയിട്ട് കണ്ടു തുടങ്ങി, അല്ലെങ്കിൽ അതിന് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ തന്നെ പറയാം. പക്ഷെ ഇത് ഞാൻ എപ്പോഴും പലതവണ പറയുന്ന സമയത്ത് പല ഫാമിലി കേസുകളിലും അല്ലെങ്കിൽ നമ്മളൊരു കൗൺസിലിംഗ് ഏറ്റെടുക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു തെറാപ്പി എങ്കിലും പഠിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. പക്ഷേ നമ്മളത് എക്ലറ്റിക് അപ്രോച്ച് ഉപയോഗിക്കും. ഏത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അത് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊടുക്കുക. അതേ സമയത്ത് നമുക്ക് പല തെറാപ്പികളും ഉപയോഗിക്കാൻ പറ്റുന്ന എവിടെയാണ് ഇന്റർഗ്രേറ്റഡ് കൾച്ചറൽ അപ്രോച്ച്. അതായത് നമുക്കൊരു 100ഓളം തെറാപ്പികൾ അറിയാം, പക്ഷെ ഒരു കേസിൽ വന്ന സമയത്ത് വി ആർ ദ കൺഫ്യൂസ്ഡ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതേ സമയത്ത് ഈ ഒരു ട്രാൻസ്ഫറൻസ് ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ ക്ലയൻറ്റും നമ്മൾ ഒരു തെറാപ്പിസ്റ്റും ചിലപ്പോൾ അടി വരെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. കാരണം അവരെ ഇമോഷൻസിനെ ഈ ഒരു ക്ലയൻറ്റിനെ അറിയാതെ നമ്മൾ അയാൾ ഉള്ളിൽ കിടക്കുന്ന പ്രയാസങ്ങൾ പ്രശ്നം നമ്മൾ പുറത്തെറിക്കുക. അതായത് അയാൾ അബോധാവസ്ഥയിലാണ് നടക്കുന്നത് എന്ന് വിചാരിക്കുക. അയാൾ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന പ്രയാസങ്ങളെ പ്രശ്നങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ നമ്മളത് കേട്ടിട്ട് അയാളോട് പറയുമ്പോൾ നിങ്ങൾ ഒരു നോൺ ജഡ്ജ്മെന്റ് അല്ലാത്ത രീതിയിൽ പറയുമ്പോൾ അയാൾ ചിലപ്പോൾ വൈകാരികമായി ചിലപ്പോൾ നമ്മളോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു തെറാപ്പികൾ പഠിക്കുമ്പോൾ പല തെറാപ്പി നമുക്ക് ഇതൊക്കെ ഒരു ഇന്റർഗ്രേറ്റർ ആയിട്ട് നമുക്ക് ഈ ഒരു ട്രാൻസ്ഫറൻസ് ഇതിനൊക്കെ നമ്മളെ കൗൺസിലിംഗ് സെക്ഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലെ ട്രാൻസ്ഫറൻസിലേക്ക് വരാം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഈ ഒരു തെറാപ്പി ഞാൻ പറഞ്ഞു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറുമായിട്ട് ആസ്പെക്ട് പ്രകാരം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു തെറാപ്പി എന്ന് പറയുന്നത് വളരെ സ്ട്രക്ചേർഡ് ആയിരിക്കും. കാരണം അതിൻ്റെ ഓരോ തീമും നമ്മൾ ഒരു കൗൺസിലിംഗ് സെഷനിൽ കൊണ്ട് 1 by 1 ആയി. അതേ സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോലെ phase 1, phase 2, phase 3 എന്നുള്ള രീതി. അപ്പോൾ ഇതിൻ്റെ ടൂൾസുകൾ നമ്മൾ ആദ്യം ഉപയോഗിക്കേണ്ടത് ലാസ്റ്റിലേക്കായാൽ അതിൻ്റെ അസസ്മെൻറ്റ് ഷീറ്റ് സെക്കൻഡിലേക്ക് ആയിക്കഴിഞ്ഞാൽ അവിടെ പണി പാളാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനമായി ചോദിക്കുന്നത് ഇത് സ്ട്രക്ചേർഡ്, നമ്മൾ CBT പോലെ തന്നെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. നമുക്ക് എന്താണോ അവർ കയ്യിൽ നിന്ന് തെളിവ് വേണം. അവർ പറയുന്നത് നിങ്ങൾ ഈ ഒരു കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നം നിങ്ങൾ അനുഭവിച്ചു എന്ന് പറയുന്നത് എന്ത് തെളിവാണ് ഈ ഒരു പ്രശ്നത്തിന് നിങ്ങൾ ബിഹൈൻഡായി കാണുന്നത്? അതേപോലെയാണ് ഈ ഒരു തെറാപ്പി നമ്മൾ ഉപയോഗിക്കേണ്ടത്. എവിഡൻസ് ബേസ്ഡ് ആണ്. കാരണം എന്തൊക്കെയോ അവർ പറഞ്ഞു, അത് കേട്ടിട്ട് നമ്മൾ എന്തൊക്കെയോ അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതല്ല. അവർ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യത്തിനും നമ്മൾ MSc റിപ്പോർട്ട് എടുക്കുന്ന സമയത്ത് എന്താണ് അവർ ഡയഗ്നോസ് പറഞ്ഞിട്ടുള്ളത്, നമുക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്, ഇതിൻ്റെ ഇടയ്ക്ക് അവർ ഇൽനെസ് എന്താണ്, ശരിക്കുള്ള പ്രയാസങ്ങൾ എന്താണ്, അല്ലെങ്കിൽ പ്രസന്റ് പ്രോബ്ലം എന്താണ് അനുഭവിക്കുന്നത്. കുറേ പ്രശ്നങ്ങൾ പറയുന്ന വെച്ചാൽ നമ്മൾ ഒന്ന് മാത്രം ഫോക്കസ് ചെയ്യല്ല. ഇപ്പം അവർ ദുരിതം അനുഭവിക്കുന്നത് എന്തിനാണ്, അതിനെ മാത്രം നമ്മൾ താൽക്കാലികം മാറ്റി നിൽക്കുന്നു, അതിലേക്ക് പോകും എന്ന് സാധാരണ അങ്ങനെയാണ് നമ്മൾ കൗൺസിലിംഗ് ആദ്യ സെഷൻ ചെയ്യുന്നത്. പക്ഷേ ഇത് ആദ്യ സെഷൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഈ ഒരു തെറാപ്പി എന്ന് പറയുന്നത് പൂർണ്ണമായും അയാളെ പ്രശ്നത്തിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അയാൾക്ക് ചൈൽഡ്ഹുഡ് നോക്കും, സ്കീമൊക്കെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് നോക്കും. എല്ലാം അറിഞ്ഞ് തന്നെ ഒരു സെഷനിൽ തന്നെ ഏകദേശം എല്ലാ ഐഡിയാസും അയാൾക്ക് പറഞ്ഞു കൊടുക്കും. അതിനുശേഷമാണ് അടുത്ത ഓരോ സെഷനിലും ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയി പോകും. പുതിയതായിട്ട് കാര്യങ്ങളൊന്നും അതിൽ കൊണ്ടുവരുന്നില്ല. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ സാധാരണയായിട്ട് ഇതിന് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഞാൻ പറഞ്ഞു, അതേപോലെ ഹൈ ഡിപ്രസീവ് ആയിട്ടുള്ള ആളുകൾക്ക്
അതായത് നോർമലായിട്ടുള്ളതല്ല, സിവിയർ കേസ് ഡിപ്രസീവ് ആയിട്ടുള്ള ആളുകൾക്ക്, അതേപോലെ തന്നെ ആങ്സൈറ്റി നേരത്തെ സാറ് പറഞ്ഞത് 15ഉം 20ഉം വർഷങ്ങളോ ആയിട്ട് ഒരു ദിവസം വന്നിട്ട്. അപ്പോൾ നമ്മൾ ഈ കൗൺസിലേഴ്സ് എന്ന് പറയുന്നത് നമ്മളൊക്കെ, ഞാൻ പറയാന്ന്, നമ്മളൊക്കെ മാലാഖമാരാണ് അവരെ മുമ്പിൽ, ദൈവത്തിന്റെ മാലാഖമാരാണ്. ഇന്ന് തന്നെ ശരിയായി കൊടുക്കാന്ന്, ഹാബിറ്റേഷൻ എന്ന് പറയും. ആ ഒരു സ്കെയില്, അതായത് നമ്മൾ എന്താണ് അവർ മനസ്സിൽ കാണുന്നതാണ് ഒരു സ്കെയിൽ ഇങ്ങനെ ആയിട്ട്. ആ സ്കെയിൽ എന്ന് പറയുന്നത് എന്താണ്, പെട്ടെന്ന് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മളെങ്ങനെയാണ് ആ സ്കെയിൽ ഇങ്ങനെ ചെറുത് ഓരോന്ന് വരച്ച് ഇങ്ങനെ ആക്കി മെല്ലെ പതുക്കെ സ്റ്റെപ്പിലേക്കായിട്ട് പോകും. ആ ഒരു രീതിയിലാണ് ഈ ഒരു കൗൺസിലിംഗ്. പിന്നെ അതേപോലെ മറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറൊക്കെ ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇനി പ്രധാനമായിട്ടും ഈ ഒരു തെറാപ്പി ഫോക്കസ് ചെയ്യുന്നത് പിന്നെ ഒരാളുടെ നിലവിലുള്ള അയാളുടെ ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ, എങ്ങനെയാണ് അയാൾ സംസാരിക്കുന്നത്, ആളുകളുമായിട്ട് എങ്ങനെയാണ് സമ്പർക്കം പുലർത്തുന്നത്, അയാളുടെ ജീവിതത്തിൽ മുൻകാല ബന്ധങ്ങളിൽ അല്ലെങ്കിൽ മുൻകാലത്തുള്ള എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, അതിൽ നിന്നും അയാൾ എന്ത് വികാരങ്ങളാണ് അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്, അയാൾക്ക് എന്ത് പ്രതീക്ഷകളാണ് അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ മുമ്പിൽ നടക്കുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് എന്ത് എക്സ്പെക്റ്റേഷൻ ആണ് അയാൾക്കുള്ളത്. ഇതൊക്കെ നമ്മൾ പ്രധാനമായിട്ടും അയാൾ ഒരു ട്രാൻസ്ഫർ രൂപത്തിൽ, അതായത് ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത് അയാൾ മൊത്തം നമ്മളോട് അയാളുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഒരു ട്രാൻസ്ഫർ പോലെ, മൈൻഡ് ടു അടുത്ത മൈൻഡിലേക്ക് എന്ന് പറയുന്നത് പോലെ. അതിലെന്താണ്, നമ്മൾ ഇടയ്ക്കൊക്കെ ചോദിക്കാൻ പാടില്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ഒരു തെറാപ്പിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ടൈം, അതായത് ഈ ഒരു തെറാപ്പിക്ക് നിങ്ങൾ ഫിക്സ് ചെയ്യാണ് 1 മണിക്കൂറാണ്. ആ 1 മണിക്കൂറിൻ്റെ അപ്പുറം 1 മിനിറ്റ് നിങ്ങൾ പോകാൻ പാടില്ല. 1 മണി കറക്റ്റായിട്ട് നിർത്തണം. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് നോക്കി വെക്കുക, എന്നിട്ട് അടുത്ത 1 മണിക്കൂർ കഴിഞ്ഞിടത്താണ് സ്റ്റോപ്പ് ചെയ്യുക. അത് കറക്റ്റ് നിർത്തിയിട്ട് അടുത്ത സെഷനിലേക്ക് ആളെ വരാൻ പറയണം. അതല്ലാണ്ട് അയാളെ കരച്ചിലും പ്രശ്നങ്ങൾ കണ്ടിന്യൂസ് ആയി ഇങ്ങനെ പറഞ്ഞു 2-3 മണിക്കൂർ കണ്ടുപോകുമ്പോൾ എന്താണ്, ഈ ഒരു തെറാപ്പീൻ്റെ ഒരു വാല്യൂ അവിടെ നിങ്ങൾക്ക് കിട്ടില്ല. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ അതേപോലെ ഇത് വളരെയധികം എഫക്റ്റ് ആവുന്നത്, നേരത്തെ പറഞ്ഞു, അയാളെ ലൈഫിൽ ഭൂതകാലത്തിലുള്ള അനുഭവങ്ങളിൽ നിന്നും നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അയാൾ എന്താണ് മുമ്പ് അനുഭവിച്ചിട്ടുള്ളത്, ഏത് സിറ്റുവേഷനിലൂടെയാണ് അയാൾ ഇതുവരെ കടന്നു പോയിട്ടുള്ളത്, എത്ര കാലമായിട്ട് ഇയാൾ ഇത് അനുഭവിക്കുന്നുണ്ട്, അത് പൂർണ്ണമായിട്ടും അറിയുക എന്നുള്ളതാണ് നമുക്ക് ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. കാരണം അത് ഈ ഒരു തെറാപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അയാൾ നിലവിലെ പ്രസൻറ്റ് പ്രോബ്ലം മാത്രം പറഞ്ഞാൽ പോരാ, അയാൾ പാസ്റ്റ് ആയി കിടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മൾ അറിയണം. ഇനിയിപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് കുറച്ച് കീ കൺസെപ്റ്റുകളുണ്ട്. അതിൽ ഒന്ന് ട്രാൻസ്ഫറൻസ് തന്നെയാണ്. അതായത് നമ്മൾ അൺകോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതായത് ഈ ഒരു ഡൈനാമിക്കിൻ്റെ ബേസിക് തന്നെയാണ് അൺകോൺഷ്യസ് മൈൻഡ്. അതായത് അയാളുടെ അബോധ മനസ്സിൽ കിടക്കുന്ന വികാരങ്ങൾ. ചിലപ്പോൾ ഒരു ഡിപ്രസീവ് ആയിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ വികാരങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞോണമെന്നില്ല. ചിലപ്പോൾ അയാളെന്താണ്, ഒരുപാട് കാലം പ്രശ്നങ്ങളുമായിട്ട് ടെൻഷൻ അടിച്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. എൻ്റെ പ്രശ്നങ്ങൾ എൻ്റേത് മാത്രമാണ്, എന്നെ കേൾക്കാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നുള്ള രീതിയിൽ കുറേ കാലത്തിന് ശേഷം ഒരു കൗൺസിലിംഗ് വരികയാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് നിങ്ങളോട്, എങ്ങനെയെങ്കിലും അത് മാറി കിട്ടിയാൽ, ഒന്ന് ശരിയായി കിട്ടിയാൽ എൻ്റെ ലൈഫ് ഒന്ന് മാറും എന്ന പ്രതീക്ഷയുമായിട്ട് നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് അയാളൊന്ന് കരയിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് അയാൾ ഇമോഷൻസിനൊന്ന് അയാൾ പ്രകടിപ്പിക്കുക. വർഷങ്ങളായി ചിലപ്പോൾ കരഞ്ഞിട്ടുണ്ടാവില്ല, അതേപോലെ ചിരിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അറ്റ്ലീസ്റ്റ് ആളുകളോട് കൂടുതലായിട്ട് ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറായിട്ട് മുന്നോട്ട് അങ്ങനെ പോവുകയാണ്. അതേപോലെ തന്നെ തെറ്റിക്കിടക്കുന്ന ഇന്റർപേഴ്സണൽ പാറ്റേൺ, അതായത് തെറ്റായി കിടക്കുന്ന ഒരുപാട് ചിന്തകൾ അയാളുടെ മനസ്സിലൂടെ കിടക്കുന്നു. അയാൾ ശരിയല്ല, എന്തുകൊണ്ട് അയാൾ എന്നെ നോക്കുന്നില്ല, എന്തുകൊണ്ട് എൻ്റെ ഫാമിലി എന്നെ ശ്രദ്ധിക്കുന്നില്ല, ഞാൻ ഇത്രയൊക്കെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് എൻ്റെ മക്കളെങ്ങനെയൊക്കെ നോക്കിയിട്ട് എന്തുകൊണ്ട് അവരെന്നോട് പെരുമാറുന്നു. ഇതൊക്കെ എന്താണ്, അവരെ ചിന്തയിലൂടെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ബിഹൈൻഡായിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും, അലട്ടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും. എങ്കിൽ പോലും എന്താണ്, അവരെ മനസ്സിൽ, അതായത് അൺകോൺഷ്യസ് മൈൻഡിൽ, കോൺഷ്യസ് മൈൻഡും അല്ല, അൺകോൺഷ്യസ് മൈൻഡിലാണ് അവർ ഈ ഒരു ചിന്തകൾ എന്താണ് മാലഡാപ്റ്റീവായിട്ട് തെറ്റായി കിടക്കുന്നത്. ആ ചിന്തകൾ നമ്മൾ എന്താണ് ചൂഴ്ന്നെടുക്കുകയാണ്. ഇതിന് ചിലപ്പോൾ ഇന്നർ ഹീലിംഗ് എന്നൊക്കെ ചിലപ്പോൾ പറയാം, എങ്കിൽ പോലും അത്രയ്ക്ക് വേണ്ട. പക്ഷെ നമ്മൾ ചോദിച്ചിട്ട് തന്നെയാണ് അയാളെ എന്താണ് അതിലേക്ക് കൊണ്ടുവരുന്നത്. അതിലെന്താണ് നമ്മൾ
പ്രധാനമായിട്ടും എന്താണ് ഈ ഒരു അൺകോൺഷ്യസ് മൈൻഡ് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു ക്ലയന്റിന് ഒരു ഉൾക്കാഴ്ച ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഈ ഒരു ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് തുറന്നു പറയാനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. അവസരം എന്ന് പറയുന്നത് അയാൾ നമ്മുടെ അടുത്ത് വരികയാണ്, ഓക്കെയാണ്, പക്ഷെ ടൈം അയാൾക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരിക്കലും ഒരു സെഷന് കൊടുക്കുന്ന സമയത്ത് രണ്ടാമത്തെ സെഷന് നിങ്ങൾക്ക് ഒരു സെഷൻ നിങ്ങൾ കൊടുത്തു, രണ്ടാമത്തെ ഇന്ന ദിവസം മാർച്ച് 15-നാണ് അടുത്ത സെഷൻ ഉള്ളത്. അത് ഒരിക്കലും നിങ്ങൾ ഡേറ്റ് മാറ്റാൻ പാടില്ല. ഈ ഒരു തെറാപ്പിയുടെ പ്രത്യേകത ഒന്ന് സമയം നേരത്തെ ഞാൻ പറഞ്ഞു, കറക്റ്റ് 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ നിർത്തുക. പിന്നെ അതേപോലെ നിങ്ങൾ അടുത്ത സെഷൻ ഇന്ന ദിവസമാണ് പറഞ്ഞിട്ട് ആ സെഷൻ നിങ്ങൾ മാറ്റാൻ പാടില്ല. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളെ പ്രതീക്ഷിച്ച് വൈകാരികമായിട്ട് പ്രകടനം നടത്താനോ അല്ല നമ്മളോട് ഒരുപാട് കരയാനോ ഒരുപാട് കാര്യങ്ങൾ അവർ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ക്ലയന്റ് എന്നെ കേൾക്കാൻ ഒരാളുണ്ട്, അടുത്ത സെഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പം എന്താണ് ആ സെഷൻ എന്താണ് മാർച്ച് 15 എന്നുള്ളത് 20 ആക്കുമ്പോൾ 16 17 ആക്കുമ്പോൾ എന്താണ് അവർ പിന്നെ അവിടെ ഡൗൺ ആവാനുള്ള സാധ്യത ഉണ്ട്. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ ഇതും അടുത്തൊരു ഒബ്ജക്ഷൻ റിലേഷൻ തിയറി എന്നുള്ളതാണ്. ഇത് എന്നുള്ളത് അയാളുടെ നിലവിൽ എന്തൊക്കെയാണ് റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് ലൈഫിൽ അയാൾക്ക് ഉള്ളത്. കാരണം അയാൾ ചിലപ്പോൾ ഒരു കുടുംബത്തിൽ പിന്നെ ഒരു പ്രധാനമായിട്ടും ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഒക്കെ ഉള്ള ആളാണെങ്കിൽ, അതായത് ഞാൻ ആരെങ്കിലുമായിട്ട് കൂടുതലായിട്ട് അടുത്ത് കഴിഞ്ഞാൽ, ഞാൻ ആരെങ്കിലും കൂടുതൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ എന്നെ വിട്ടുപോകും എന്നുള്ള ഒരൊറ്റ ചിന്ത ഇമോഷണലായിട്ട് അവരെ കൂടപ്പുറപ്പായിട്ട് നടക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ അത് ബന്ധങ്ങളിൽ ഒരുപാട് കോൺഫ്ലിക്ട്സ് അയാൾക്ക് ഉണ്ടായിട്ടുണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഭാര്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, കുട്ടികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ അയാൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. കാരണം എന്താണ് അയാൾ ഉള്ളിലുള്ള വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അയാൾക്ക് പ്രകടിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്നും എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കേസുകൾ എന്താണ് നമുക്ക് എന്താണ് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണം. അതാണ് ഒബ്ജക്റ്റ് റിലേഷൻ തിയറി എന്ന് പറയും. കാരണം ഇതൊരു അസസ്മെന്റ് ടൂൾസ് ആണ്. ഈ ഒരു ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് ഒരു ടൂൾസ് ആണ്. ഒബ്ജക്റ്റ് റിലേഷൻ തിയറി എന്ന് പറയുന്നത് ഈ ഒരു സൈക്കോതെറാപ്പിയിലെ ഒരു ടൂൾസ് തന്നെയാണ്. ഇനിയിപ്പോൾ അതേപോലെ തന്നെയാണ് സ്പ്ലിറ്റിംഗ് ആൻഡ് ഐഡന്റിറ്റി ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ചില ആളുകൾ പലപ്പോഴും ചില ബന്ധങ്ങളിൽ കണക്ഷൻസ് ഉണ്ടാവും. പക്ഷെ കണക്ഷൻസ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് നമ്മൾ പറയാറില്ലേ. അവർ കല്യാണം കഴിഞ്ഞു ജീവിക്കുന്നേ ഉള്ളൂ, പക്ഷെങ്കിൽ അവർക്കിടയിൽ മറ്റുള്ള റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല എന്നൊക്കെ കേട്ടത്. അവർ വലിയ സംസാരങ്ങളൊന്നും ഇല്ല. പിന്നെ അതേപോലെ തന്നെ അവര് പിന്നെ ഒരു ബെഡ്റൂമിലൊന്നല്ല കിടക്കുന്നത്, അങ്ങനെയൊക്കെയാ കേട്ടത്. പൊതുവെ നമ്മൾ പറയാറില്ല അങ്ങനെ ചില കേസുകളിലൊക്കെ, അല്ലെ കുടുംബത്തിൽ മറ്റുള്ള നമ്മൾ വീട്ടുകാർ തന്നെ അടുത്ത വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു സ്പ്ലിറ്റിംഗ് അവരുടെ ലൈഫിലുണ്ട്. എത്രത്തോളം ഇവരുമായിട്ട് ആളുകൾ അടുപ്പുണ്ടായി, ഒരു കണക്ഷൻ മുമ്പ് അവർക്ക് ഒരു ലൈഫ് ഉണ്ടായിരുന്നു, ആ ലൈഫിൽ സ്പ്ലിറ്റിംഗ് ഉണ്ടായിട്ട് ആ കട്ടിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് മാത്രമല്ല, ഈ ഒരു സ്പ്ലിറ്റിംഗ് നടക്കുന്ന സമയത്ത് അവരെ മനസ്സിൽ ഈ ഒരു സ്പ്ലിറ്റിങ്ങുമായിട്ട് അല്ലെ ഈ ഒരു ഫാമിലി റിലേഷൻസോ അല്ലെ സ്വന്തം ലൈഫിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ആളാണെങ്കിൽ അയാളുടെ മനസ്സിൽ എന്താണ് ഇന്ന ആളെക്കുറിച്ച് ഒരുപാട് ഇന്ന ആളുകൾ നല്ലവരാണ്, അല്ലെങ്കിൽ എന്താണ് ഞാൻ നല്ലവനാണ് ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണ് എന്നുള്ള ചിന്താഗതി എന്താണ് നമ്മൾ ഡിസ്ട്രോഷൻ എന്ന് പറയും, കൊഗ്നിറ്റീവ് ഡിസ്ട്രോഷൻ എന്ന് പറയും. കാരണം എന്താണ് ഞാൻ നല്ലവനാണ് ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണ് എന്നുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ എന്താണ് അത് നമ്മൾ എന്താണ് നല്ല ദിശയിലായിരിക്കണം. എന്തുകൊണ്ടാണ് നിങ്ങൾ നല്ലവനാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ഈ ഗുണങ്ങളൊക്കെ ഉണ്ട്, അപ്പം നിങ്ങൾ ഓക്കെയാണ്, ഞാൻ പറയുന്നു നിങ്ങൾ നല്ലവനാണ്. അതേ സമയത്ത് മറ്റുള്ളവർ എങ്ങനെയാണ് മോശക്കാർ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അവർ മോശമായി എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അയാൾ മോശക്കാരനാവോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം മോശക്കാരനാവോ, അല്ലെങ്കിൽ എന്താണ് പാർട്ട്ണർ എന്താണ് മോശക്കാരനാവോ, അതനുസരിച്ച് അതേപോലെ നമുക്ക് ഈ ഒരു ക്ലയന്റിന് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താണ് അവരെ വൈകാരികമായിട്ടുള്ള ഇമോഷൻസുകളും റെഗുലേഷൻസ് സ്കില്ല് പോലത്തെ കാര്യങ്ങൾ എന്താണ് അവർക്ക് സ്വയം കൺട്രോളിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു തെറാപ്പിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ അവിടെ ചെയ്തു കൊടുക്കുന്നത് മാക്സിമം സപ്പോർട്ടിംഗ് ആണ്. അയാളെ പ്രശ്നങ്ങളെ അയാൾ തന്നെ തിരിച്ചറിഞ്ഞ് അയാളിലൂടെ തന്നെ പുറത്തേക്ക് ട്രീറ്റ്മെന്റ് ഒരു പ്ലാനിങ് പോലെ നമുക്ക് തരിക എന്നുള്ളതാണ്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെയാണ് ഇതിൽ എങ്ങനെയാണ് ഈ ഒരു തെറാപ്പി വർക്കിങ്ങിലാകുന്നത്, അത് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി അടുത്ത സെഷൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് എങ്കിൽ പോലും ചിലപ്പോൾ ഞാൻ പറഞ്ഞു പോയിട്ട കാര്യങ്ങളാണ്, എന്നാൽ പോലും വീണ്ടും ഒരു റിപ്പീറ്റേഷൻ വരികയാണ്. അതിൽ പ്രധാനമായിട്ടും പിന്നെ ഇതിൽ എക്സാമിനേഷൻ ഓഫ് ദ ട്രാൻസ്ഫർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിൽ നമ്മൾ ഒരു തെറാപ്പിസ്റ്റ്
അതായത് നമ്മളൊരു കൗൺസിലർ തെറാപ്പിസ്റ്റോ ആരും ആയിക്കോട്ടെ, നമ്മൾ മുമ്പിൽ വരുന്ന ക്ലയന്റിനെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. അതായത് ഇയാളുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് അയാളുടെ ലൈഫിനെ ബാധിച്ചിട്ടുള്ളത്. അത് ചിലപ്പോൾ വെർബൽ ആയിരിക്കാം, നോൺ വെർബൽ ആയിരിക്കാം. ചിലപ്പോൾ അയാളൊന്നും ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കണേ ചിലപ്പോൾ പല പ്രശ്നങ്ങളും. പക്ഷെ നമ്മൾ എന്താണ് അയാളുടെ ബോഡി ലാംഗ്വേജും കാര്യങ്ങളും കറക്റ്റായിട്ട് എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്യണം. വന്ന സമയത്ത് അയാൾ എന്തൊക്കെ, അയാളെ മെന്റൽ സ്റ്റാറ്റസ് എങ്ങനെയാണ്, അയാളെ ഫീലിങ്സ് എങ്ങനെയാണ്, ഇനി പോകുന്ന സമയത്ത് എങ്ങനെയാണ്, അതും രണ്ടും ശ്രദ്ധിക്കുക. അതാണ് ഒബ്സർവ് എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് നമ്മൾ വന്ന സമയത്തെ പോലെ അയാളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് പല ജോലികളും തിരക്കൊക്കെ ഉണ്ടാവും, മറ്റേ കോളും കാര്യങ്ങളൊക്കെ. തൽക്കാലം എന്താണ് ഒരു ക്ലയന്റ് വരുമ്പോൾ അയാളുമായിട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മാറ്റിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് മാറ്റി ജസ്റ്റ് എന്താണ് അയാളുടെ മുഖത്തേക്ക് എന്തെങ്കിലും കേട്ടിരിക്കാൻ, തല താഴ്ത്തി കേട്ടിരിക്കാനുള്ള ഒരു ഓപ്ഷൻ അല്ല ഞാൻ പറയാം. ജസ്റ്റ് അയാളെ മുഖത്തേക്ക് നോക്കൂ. അയാൾ പറയുന്ന ഓരോ വാക്കിലും വൈകാരികമായിട്ടുള്ള ഒരു എവിഡൻസ് നമുക്ക് കിട്ടാനുണ്ട്. എവിടെയാണ് അയാൾക്ക് തകർച്ച ഉണ്ടായിട്ടുള്ളത്. കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുമായിരിക്കും. അവൾ എന്നോട് അത് ചെയ്യാൻ പാടില്ലായിരുന്നു, എൻ്റെ കുട്ടികൾ എന്നോട് ഇത് ചെയ്തു, ഞാൻ പറഞ്ഞിട്ടൊന്നും അവർ മനസ്സിലാവുന്നില്ല എന്ന് കുറേ സങ്കടം പറയുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഡൗൺ ആവും. അങ്ങനെ പറയുന്ന സമയത്ത് ചിലപ്പോൾ കരച്ചിൽ വരാനുള്ള, കരയുന്നുണ്ടാവില്ല, ഒന്ന് ഇടറിപ്പോയിട്ടുണ്ടാവും. ആ ഇടറുള്ള സമയത്താണ് നമ്മൾ ഇടപഴകേണ്ടത്. നിങ്ങൾക്ക് ഇപ്പോൾ എന്തോ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം നിങ്ങളുടെ മനസ്സിലൂടെ അങ്ങ് കടന്നു പോയല്ലോ, അതെന്തായിരുന്നു? അത് നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ അയാൾ ചിലപ്പോൾ ഒരു കരച്ചിൽ വരാണ്ട്. കാരണം എനിക്കൊക്കെ ശരിക്കും ഒരു അനുഭവം ഉള്ളതാണ്. പിന്നെ ഈ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു കേസുകളും, പ്രത്യേകിച്ച് ഫാമിലി റിലേഷൻഷിപ്പ് കേസുകളിൽ ഞാനിങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് വെച്ചപ്പോൾ ഞാനിപ്പോൾ അധികം കേൾവിക്കാരനായിട്ട് നിൽക്കുന്ന സമയത്ത് ഒന്ന് ഇടറുന്ന സമയത്ത് ഞാനൊന്ന് ചോദിക്കും എന്താണ്. ഞാൻ ചിലപ്പോൾ ഓൺലൈനിലാണെങ്കിലും അത് വാക്കിലൂടെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അത്രയും ശ്രദ്ധ നമ്മൾ ഒബ്സർവ് അവിടെ കൊടുക്കുന്നുണ്ട്. ആ ശ്രദ്ധയാണ് ചിലപ്പോൾ ആ കേസിൽ നമുക്ക് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക, അവർക്കൊരു റിസൾട്ട് ഉണ്ടായി. അത് ഒബ്സർവേഷൻ വളരെ നിർബന്ധമാണ് ഈ ഒരു തെറാപ്പി കൊടുക്കുന്നത്. ഇനി അടുത്തത് ക്ലാരിഫിക്കേഷൻ ആണ്. ക്ലാരിഫിക്കേഷൻ മീൻസ് പിന്നെ ഇത് അവർക്കിടെ ഇടയിലുണ്ടാകുന്ന ചിന്തകളും അല്ലെങ്കിൽ വികാരങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ തന്നെയാണ് അവർക്ക് പ്രകടിപ്പിക്കാൻ എന്താണ് അവസരങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം നമ്മൾ അവരെ സഹായിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് അവരെ ചിന്തകൾ നമ്മൾ സഹായിക്കുക? അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പറയുന്നു, ജസ്റ്റ് ഒരു ഉദാഹരണത്തിലേക്ക് പോവാം. അപ്പോൾ ഒരാൾ പറയാണ് എനിക്ക് ഇന്ന സ്ഥലത്തേക്ക്, ഒരു ആങ്സൈറ്റി ഉള്ള ഒരാൾ പറയാണ് എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകാൻ സ്പെസിഫിക് ആയിട്ട് അഗോറോഫോബിയ പോലത്തുള്ള എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകാൻ പേടി, കല്യാണത്തിന് പോകാൻ പേടിയാണ്. കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് എന്തെങ്കിലും അസുഖം വരും. അപ്പോൾ അവിടെ നിന്ന് ഒരു ആംബുലൻസ് കിട്ടില്ല, അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഒരു ആങ്സൈറ്റി ഉള്ള ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് അയാളെ ചിന്തയിലാണ് പ്രശ്നങ്ങൾ. അപ്പോൾ എന്ത് ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പറയണത്? ഈ ചിന്തക്ക് തെളിവുണ്ടോ? നിങ്ങൾക്ക് മുമ്പ് എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ? ഒരു കല്യാണത്തിന് പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടായിരുന്നോ? ഇതേപോലുള്ള ചിന്തകൾ, അവരെ ചിന്തകൾ എന്താണ് നമുക്ക് പ്രകടിപ്പിക്കാനുള്ള ഒരു സെഷൻ, അതായത് അവസരങ്ങൾ നമ്മളുണ്ട്. അവരോട് ചോദിച്ചിട്ട് അവരോട് പറയണം. ചിന്തകൾ മൊത്തം നെഗറ്റീവ് ആയിരിക്കാം. ഈ 90% ഒരു ക്ലയന്റിന് ഉണ്ടാവുന്ന, പ്രത്യേകിച്ച് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ ഉള്ള ആളുകൾക്ക് അവർക്ക് ഒരു ക്ലാരിഫിക്കേഷനും അവർക്കുണ്ടാവും. അവരുടെ ചിന്തകൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. പക്ഷെ ആ ചിന്തകൾ എന്താണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ക്ലാരിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു ടൂൾസ് ആണ് കോൺഫ്രൺട്രേഷൻ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഏറ്റുമുട്ടുക എന്നാണ് ഇതിൻ്റെ ഒരു മലയാളത്തിൻ്റെ അർത്ഥം വരുന്നത്. അതായത് ഇതിലും ചിലപ്പോൾ വെർബലായിട്ടും നോൺ വെർബലായിട്ടും കുറേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഈ ഒരു സമീപനം, അതായത് നല്ല രീതിയിൽ അവരെ ചിന്തിക്കാനും അവരെ നല്ലപോലെ പിന്നെ കാര്യങ്ങൾ പറയാനും. അപ്പോൾ ഇവർ ചിലപ്പോൾ ഇവരെ മനസ്സിൽ ചിലപ്പോൾ ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ആയിരിക്കാം, പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് പോലെയാ. ഞാൻ നല്ലവനാണ്, നിങ്ങൾ മോശക്കാരനാണ്, അല്ലെ ഞാൻ പറ്റ മോശക്കാരൻ, ഞാൻ ലോക തോൽവിയാ, ഐ ആം എ സ്റ്റുപ്പിഡ്, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളൂല, ഞാനൊരു പരീക്ഷയ്ക്ക് തോറ്റു, എനിക്കൊരു പരീക്ഷയും എഴുതാൻ പറ്റില്ല. ഒരു കുട്ടി പറയാണ് ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു, ഇനി അടുത്ത പരീക്ഷ എനിക്കൊരു പരീക്ഷ എഴുതാനുള്ള കഴിവ് എനിക്കില്ല. അങ്ങനെയുള്ള വരുന്ന കുട്ടിയുടെ മനസ്സിൽ എന്താണ്, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്. അപ്പോൾ മറ്റുള്ള കുട്ടികളെ കാണുമ്പോൾ എന്താണ്, അവരൊക്കെ നല്ല പഠിക്കുന്നവരാണ്, അപ്പോൾ എനിക്ക് അവരുമായിട്ട് എന്താണ് അവരുടെ കൂടെ പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അവിടെ വൈറ്റ് വന്നു.
ഇങ്ങനെയുള്ള ചിന്താഗതികൾ എന്താണ് നമ്മൾ കറക്റ്റ് അത് ഏറ്റുമുട്ടലാണ്. ബ്ലാക്കും വൈറ്റും തമ്മിൽ സ്വന്തം ചിന്തകളും മറ്റുള്ള ചിന്തകളും സ്വയം കമ്പാരിസൺ ചെയ്തിട്ട് അവർ തമ്മിൽ ഈ ചിന്തകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു കാര്യങ്ങൾ. ഈ ഏറ്റുമുട്ടുകൾ എന്താണ് നമ്മൾ രണ്ടും വേർതിരിച്ച് സ്പ്ലിറ്റ് ആക്കി നമ്മൾ കൊടുക്കാൻ നമുക്ക് ഈ ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് കഴിയണം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ 4 അടുത്തതിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ ചിലപ്പോൾ ഈ ഒരു പറഞ്ഞതുപോലെ തന്നെ ഇതിൽ പിന്നെ കോൺഫെഡറേഷനിൽ വരുമ്പോൾ പരസ്പര സംഘർഷങ്ങൾ ചിലപ്പോൾ നമുക്ക് ഉണ്ടായിക്കൊള്ളുന്നുണ്ട്. അതായത് ഇനി ഫാമിലി കേസിൽ ഞാൻ കുറച്ചുകൂടി ഡീപ്പായിട്ട് നിങ്ങൾ പറഞ്ഞുതരാം. അതായത് ഫാമിലി കേസിൽ ഭാര്യയും ഭർത്താവും വരികയാണ് നിങ്ങളുടെ മുമ്പിൽ എന്ന് വിചാരിക്കുക. ഭാര്യ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു, ഭർത്താവും പറഞ്ഞു. അപ്പോൾ എന്താണ് അവരുടെ സംഘർഷങ്ങൾ ഒരിക്കലും തീരുന്നില്ല. ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും അവർ വഴക്കും കാര്യങ്ങളൊക്കെയാണ്. ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അതിനിടയ്ക്കാണ് നമ്മുടെ അടുത്ത് കൗൺസിലിംഗ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരാൾ ചിലപ്പോൾ ആ പെൺകുട്ടി ചിലപ്പോൾ ഒരുപാട് സങ്കടത്തോടു കൂടി നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് നമ്മളൊന്ന് ഇമോഷണലായിട്ട് ആ കുട്ടിയുടെ സൈഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒരിക്കലും പാടില്ല. അതേപോലെ ഈ ഒരു കാര്യം ഭർത്താവ് എന്താണ് പറയുന്നത്, അവളെ ഭാഗത്താണ് മൊത്തമായിട്ടുള്ള തെറ്റ്, അല്ലെങ്കിൽ അവള് പറയണത് ഞാൻ പറയുന്നത് അവള് കേൾക്കുന്നില്ല, അവൾക്ക് വേറെ ശൈലികളും വേറെ ആഗ്രഹങ്ങളും കുറെ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെ ആണ്, അതെന്നെക്കൊണ്ട് നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താണ് ഒരു സെഷൻ കഴിഞ്ഞ് ഇയാളെ കേൾക്കുമ്പോൾ നമ്മുടെ ഇമോഷൻ വീണ്ടും ഈ ഭാഗത്തായി. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷനായി, ആർക്കാ ഇവിടെ കൊടുക്കുക, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇപ്പം ആർക്കാ കൊടുക്കുക? ആ ഒരു ഇവിടെ പാടില്ല. ട്രാൻസ്പെറൻസിൽ അത് ഒരിക്കലും, കാരണം ഒരേ വേയിൽ പോവുക, ഒരേ ചിന്താഗതി. ക്ലയന്റ് എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്തകളെ ഇപ്പം എന്താണ് ഓപ്പോസിറ്റ് ആയി നമുക്ക് ചിന്തിക്കാൻ കഴിയണം. അവർക്ക് എന്താണ് ജസ്റ്റ് ഫിസിക്കലി സപ്പോർട്ട് മാത്രം കൊടുക്കുന്ന രീതിയിലേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ അടുത്തത് ഇന്റർപ്രിട്ടേഷനിൽ വരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ഇൻസൈറ്റുകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇൻസൈറ്റ് മീൻസ് എന്ന് പറയുന്നത് അവർക്ക് ചിലപ്പോൾ എന്താ പറയുക പാസ്റ്റ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ലൈഫിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ പ്രശ്നങ്ങൾക്കിടയിൽ എന്താണ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ അവർ നമ്മളോട് പറയുമ്പോൾ അത് ചിലപ്പോൾ എന്താണ് ചിലപ്പോൾ കുറേ കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എങ്കിൽ പോലും എന്താണ് നിലവിലുള്ള അവരുടെ കണക്ഷൻസും കാര്യങ്ങളും ബന്ധങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലാക്കി അതിൽ എന്താണ് അയാൾക്ക് ഇപ്പോൾ എഫക്റ്റീവ് ആയിട്ടുള്ളത്. പാസ്റ്റിൽ മുമ്പ് കഴിഞ്ഞിട്ടുള്ള മോശമായിട്ടുള്ള അനുഭവങ്ങളിൽ ഏതെങ്കിലും തൽക്കാലം ഒന്ന് മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോയിക്കൂടെ എന്നുള്ള ചോദ്യത്തിന് പകരം ആ പാസ്റ്റിലെ അനുഭവങ്ങൾ എന്താണ്, നിങ്ങൾ ഇത്രയും കാലമൊക്കെ ഒരുപാട് ജീവിച്ചു, ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ, ഇതൊക്കെ എനിക്ക് മനസ്സിലായി, നിങ്ങളെ പ്രയാസം ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു. പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ പോയാൽ മതിയോ? കൊച്ചൊന്ന് നല്ലൊരു പോസിറ്റീവായി ചിന്തിച്ചു കൂടെ? അന്ന് അതേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ നിങ്ങളുടെ കൂടെ ഇപ്പോഴും ഉണ്ട്. അവർക്ക് നിങ്ങളെ ചിലപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ, അവർ നിങ്ങളോടൊന്ന് സംസാരിച്ചാൽ നിങ്ങളെ പ്രയാസങ്ങളൊക്കെ തീരൂലേ? ഇങ്ങനെയുള്ള ഒരു ചലനാത്മകമായ അയാൾക്ക് ചിലപ്പോൾ ആ ഫാമിലിന് ഇപ്പം വൈഫുമായിട്ടുള്ള പ്രശ്നമാണ്, ഒരിക്കലും വൈഫിനെ ഒഴിവാക്കിക്കൊള്ളണമെന്നുണ്ടാവില്ല. ഉള്ളിൽ ആ സ്നേഹം എവിടെ ഉണ്ടാവും. പക്ഷെ അതെന്താണ് നമ്മളൊരു ഡൈനാമിക് പോലെ ഇന്റർപേഴ്സണൽ ഡൈനാമിക്കിന് ഒരു ചലനാത്മകമായിട്ട് എന്താണ് അയാളെ പുറത്തെറിയിപ്പിക്കുക എന്നുള്ളത്, അയാളെ ഇമോഷൻസിനെ. ചിലപ്പോൾ ആ ഒരു ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ പുതിയൊരു പുതുജീവൻ തന്നെ നൽകിയേക്കാം. അല്ലെങ്കിൽ ആ ഫാമിലിക്ക് ചിലപ്പോൾ നല്ല നമുക്കെന്താണ് അതിലൊരു നിമിത്തമായി മാറിയേക്കാം എന്നുള്ള ഒരു ടൂൾസാണ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അടുത്തതിലേക്ക് വരികയാണ് ഇന്റർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതും ഒരു ടൂള് തന്നെയാണ്. പിന്നെ അവർ ഈ ഒരു പേഷ്യൻസ് മീൻ്റെ ക്ലയൻ്റ് ആണ്. അപ്പോൾ അവരുടെ ആന്തരികമായിട്ടുള്ള, അതായത് ഉള്ളിൽ കിടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളോട് പറയുന്ന സമയത്ത് ആ പ്രശ്നങ്ങളൊക്കെ എന്താണ് എൻ്റെ ലൈഫിന് ബാധകമാണ്. അതായത് ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾ മരണം വരെ അയാളുടെ കൂടെ കുറേ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവും. അതെന്താണ് നമ്മൾ ഓരോ സ്റ്റേജിലും നമ്മളത് മനസ്സിലാക്കി അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയാന്നുള്ള രീതിയിൽ അവർക്ക്, കാരണം ഒരു പ്രശ്നങ്ങളും ഒരാൾക്ക് ഫിക്സഡ് അല്ല. നോട്ട് ഫിക്സഡ് യുവർ മൈൻഡ് അല്ലെങ്കിൽ നോട്ട് ഫിക്സഡ് യുവർ ഫാമിലി. അത് ഒരു പ്രോബ്ലം ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ടെന്നത് പോലെ നിങ്ങൾ ഈ ഒരു പ്രയാസത്തിന് നല്ലൊരു ആയാസം കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വരാനുണ്ട് എന്നുള്ള രീതിയിലായിരിക്കണം നമുക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. കാരണം നമ്മൾ കൊടുക്കുന്നത് മോട്ടിവേഷൻ അല്ല, അത് ഞാൻ എപ്പോഴും പറയാം എൻകറേജ്മെന്റ് ആയിരിക്കണം. ഫ്യൂച്ചറിനെ നമ്മൾ മാത്രം ഫോക്കസ് ചെയ്യണം.
കാരണം മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചിന്തിച്ചൂടെ, അങ്ങനെയൊക്കെ അങ്ങനെ പറയുമ്പോൾ എന്താണ് അവർ ആ കൗൺസിലിംഗ് സെഷൻ കഴിയുമ്പോഴത്തേനും അത് കാറ്റ് പോലെ പറന്നു പോകും. പക്ഷെ ലൈഫിൽ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർ പറഞ്ഞിട്ടുള്ള പാസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ അത് മുതലെടുത്തിട്ട് ആളോട് പറയുകയാണ് ഇങ്ങനെയൊക്കെ നിങ്ങളെ ലൈഫിൽ കൊണ്ടുപോകണം, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ റിസൾട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറും പ്രോസസ്സിങ്ങിലൂടെയാണ് നമ്മൾ പോകുന്നത്. അത് നേരത്തെ പറഞ്ഞ ഫ്രീക്വൻ്റ് ആയിട്ട് സെഷൻ, അതായത് 2 ആഴ്ച കൂടുമ്പോഴാണ് ഒരു സാർ സെഷൻ വെക്കേണ്ടത്. യെസ്. സ്ക്രീനിൽ ആരോ കളിക്കുന്നില്ലേ? ആ ജസ്റ്റ് ഒരു ഡിലീറ്റ് ചെയ്യാൻ നോക്കട്ടെ. ഇപ്പൊ കുട്ടികൾ ആരോ ഉണ്ടാവും, അത് വിഷയമല്ല. ഓക്കെ. ഓക്കെ, അപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴാണ് സാധാരണ ഒരു സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത 2 ആഴ്ച കഴിഞ്ഞിട്ട് മതി അടുത്ത സെഷൻ. ഇങ്ങനെയാണ് കുറച്ച്. അപ്പോൾ ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞ് ഈ തെറാപ്പിയുടെ സെഷൻ ലോങ് ആയിട്ട് ഒരുപാട് കാലം പോകേണ്ടതാണ്. അതായത് പെട്ടെന്നൊന്നും നമുക്ക് എന്താണ് ഈ ഒരു തെറാപ്പി മൂലം ഒരാളെ ചികിത്സ Excuse me, മാറ്റാൻ. sir. യെസ്, Frequent session twice weekly എന്നാണല്ലോ ഇട്ടിരിക്കുന്നത് അങ്ങനെയാണ് കൊടുത്തത്. സ്ക്രീനില്. അത് മാറി, ആ അങ്ങനെ മാറിപ്പോയതാട്ടോ. എന്നാൽ 2 ആഴ്ച കൂടുമ്പോഴാണ് വരേണ്ടത്. ഓക്കെ. ഓക്കെ. അപ്പോൾ അപ്പോൾ ഈ ഒരു തെറാപ്പിയുടെ പ്രത്യേകത, ഓക്കെ, താങ്ക് യു കേട്ടോ. പിന്നെ ഈ ഒരു തെറാപ്പി വീക്കിലി എന്ന് പറയുന്നത് അപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴാണ് ഒരു തെറാപ്പി സെഷൻ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതുമല്ല കുറച്ച് ലോങ് ടേം ആയിട്ട് തന്നെ ഈ ഒരു തെറാപ്പി കൊണ്ടുപോകും. അതിപ്പോൾ മാസത്തിൽ എന്താണ് 2 സെഷനൊക്കെ വരും. അപ്പോൾ ഒരു 3 മാസം 4 മാസം ഒക്കെ ആകുമ്പോൾ ഒരു 6 7 സെഷനൊക്കെ വരും. അപ്പം തന്നെ ആൾ ഏകദേശം, കാരണം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഒരു സെഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ സെഷൻ്റെ ഡേറ്റ് മാറ്റാൻ പാടില്ല. അയാളെന്താ മാറിക്കഴിഞ്ഞാൽ എന്താണ് നമ്മളോട് ദേഷ്യം പിടിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ പ്രശ്നം കാരണം നിങ്ങളെ വിശ്വസിച്ചല്ല ഞാൻ അവിടെ വന്നിട്ടുള്ളത്. അതൊക്കെ എന്താണ് അയാൾക്ക് വൈകാരികമായിട്ട് പഴയ കാലത്ത് വീണ്ടും അത് ഇമോഷണൽ സ്ട്രഗിൾ കൂടാനുള്ള, സ്ട്രെസ്സ് കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു തെറാപ്പിയാണ് കൊടുക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഒരു തെറാപ്പിസ്റ്റിന്റെ റോള് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ തന്നെ പൂർണ്ണമായി സജീവമായിട്ടൊന്ന് ഇടപെടുക എന്നുള്ളത്, എൻഗേജ് ആവുക എന്നുള്ളതാണ്. കാരണം നമ്മളെ ചിന്തകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അവരെ കൂടെ മുമ്പിൽ ഫ്രണ്ടിൽ ഇരിക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ഒരു പരിധി വരെ എന്താണ് അവരുടെ നിഷ്പക്ഷമായിട്ട് അവർ പറയണത് കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ചികിത്സാ രീതിയിൽ ഒരു ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് എന്താണ് ഉയർന്നു വരുന്ന ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യണം. അതെന്താണ് അത് എടുത്തു പറയുമ്പോൾ എന്താണ് അവർക്ക് നമ്മളോടുള്ളൊരു പിന്നെ ഒരു റിലേഷൻഷിപ്പ് ബന്ധം കൂടും. ഒരു തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാവാൻ സാധ്യത. കാരണം ഞാൻ പറഞ്ഞതിലൊക്കെ ഈ സാറ് കുറേ നേരമായി കേട്ടിക്കണം. അപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റുകളൊക്കെ അയാൾ എടുത്തു പറയുമ്പോൾ അത് എന്നെ തന്നെ ഞാൻ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഞാനൊരു മണിക്കൂർ ഇയാളുടെ മുമ്പിലിരുന്നു, എൻ്റെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു. അതിൽ സാറിന് തന്നെ തോന്നി ഇതൊക്കെ എൻ്റെ ഭാഗത്ത് പറ്റിയ തെറ്റുകളാണ്, ഞാൻ പറഞ്ഞതൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് അത് എനിക്ക് പറഞ്ഞു തരുമ്പോൾ എന്താണ് ഞാനത് കുറേയൊക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ചിന്ത ക്ലയൻറ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്താണ് നമ്മൾ പൂർണ്ണമായും ഇതിലേക്കൊന്ന് എൻഗേജ്ഡ് ആവണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു തെറാപ്പി. ഇനിയിപ്പോൾ ഇതിന് ഔട്ട്കം കുറച്ച് വരുന്നത് നമ്മൾ ഗോൾസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അല്ലാത്ത കുറേ ഗോൾസും കാര്യങ്ങളും നമ്മൾ സാധാരണ തെറാപ്പി കൊടുക്കുന്നത് പോലെ കൊടുക്കാം. പക്ഷെ അതേപോലെ തന്നെ എന്താണ് ഇതിൽ പ്രധാനമായിട്ട് ഒരു ഗോൾ സെറ്റിങ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരേ അസസ്മെന്റും കാര്യങ്ങളും ഇതിൽ കൊടുക്കണമെന്നില്ല. പക്ഷെങ്കിൽ എന്താണ് അവർക്ക് പിന്നെ പ്രശ്നം ഉണ്ടാക്കുന്ന ഏരിയകൾ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പെരുമാറ്റം, ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു നാർസിസിസ്റ്റിക് ഒരു പേഴ്സണാലിറ്റി ആണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നതെങ്കിൽ അയാൾ ചിലപ്പോൾ വീട്ടിൽ ഭയങ്കര പ്രശ്നക്കാരനായിരിക്കും, നാട്ടിൽ വളരെ ഡീസൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആളോട് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങളൊരു NPD എൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ സൈക്കോ എഡ്യൂക്കേഷൻ നിർബന്ധമാണ് ഏതൊരു കേസിലും. അപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങളോട് പറയും നിങ്ങൾ വൈകാരികമായിട്ട് നിങ്ങളുടെ വീട്ടിൽ പല പ്രശ്നങ്ങളും നിങ്ങൾ വയലൻ്റ് ആവുന്നു, എന്തുകൊണ്ട് നിങ്ങൾ പുറത്തറിയിക്കുന്നില്ല, അല്ലെങ്കിൽ പുറന്ന ആളുകൾ എന്തുകൊണ്ട് അതേപോലെ നിങ്ങൾക്ക് പെരുമാറാൻ പറ്റുന്നില്ല, ആ സമയത്ത് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ വീട്ടിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൂടുതലുണ്ടോ എന്നുള്ള കാര്യം. കാരണം അവരുടെ മോശമായിട്ട് കിടക്കുന്ന സെൽഫ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയറിനെ നമ്മൾ കണ്ടെത്തിയിട്ട് ഇമോഷണലായിട്ട് എന്താണ് അവരെ ഏത് സമയത്തും ഏത് ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട്
പ്രകടിപ്പിക്കാൻ എന്നുള്ള ഒരു ഔട്ട്കം ആക്കി നമ്മളൊരു ഗോൾ സെറ്റിംഗ് ആക്കി അവർക്ക് കൊടുക്കണം. കാരണം ഇതെന്താണ്, ഇതൊരു കമ്മ്യൂണിക്കേഷൻ നല്ല സംസാരിക്കാൻ തന്നെ സംസാരിച്ച് തന്നെ എന്താണ്, കാരണം ഇതൊരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ആരാണെന്ന്, എന്നെക്കുറിച്ച് എന്താണെന്ന് ചിലപ്പോൾ ആളുകൾ പറഞ്ഞ് മനസ്സിലായിരിക്കാം. പക്ഷെ സ്വയം എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി ആ ഒരു ടേം, ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ അവർക്ക് വളരെ ഉപകാരപ്പെടും. പിന്നെ അതേപോലെ തന്നെയാണ് ഈ ഒരു വ്യക്തിപരമായിട്ടുള്ള, അതായത് ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളോ അല്ലെങ്കിൽ എന്താണ് ആരോടും കുറവേ പൊതുവെ ആക്റ്റീവ് അല്ലാത്ത ഒരാൾ എന്താണ്, അയാൾ ഉള്ളിൽ എന്താണ് ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് നല്ലൊരു ഫ്രണ്ട് സർക്കിള് അല്ലെ ഫാമിലിയിൽ നല്ല റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിലൊക്കെ എന്താണ് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കി, എവിടെയാണ് അയാൾക്ക് പിന്നെ ഡൗൺ ആയിട്ടുള്ളത്, എവിടെയാണ് എന്താണ് അയാൾക്ക് സങ്കടങ്ങൾ കൂടുതലുള്ളത്, കുടുംബത്തിൽ നിന്നാണോ അല്ലെങ്കിൽ പുറത്തു നിന്നാണോ. ഇനിയിപ്പോൾ കുട്ടികൾ മുതൽ നമുക്ക് ഈ ഒരു തെറാപ്പി ഉപയോഗിക്കാം കേട്ടോ. കാരണം ഒരു കുട്ടിക്ക് ഒരു 8 9 വയസ്സുള്ള മുമ്പ് ഒരു അബ്യൂസ് നടന്ന കുട്ടിക്ക് എന്താണ് കാരണം ഇയാൾക്ക് പറ്റുന്നില്ല, ഇമോഷൻസ് എന്താണെന്ന് അറിയില്ല, ഒന്നും കരച്ചിലും പ്രശ്നങ്ങളുമാണ്. വീട്ടിൽ പറഞ്ഞാൽ കേൾക്കുന്നില്ല, പാരന്റ് പറയുന്നു പഠിക്കാൻ ശ്രദ്ധിക്കുന്നില്ല, കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിനുമായിട്ടുണ്ടാവും. ചില കുട്ടികൾക്ക് എന്താണ് ADHD പോലുള്ള ഭയങ്കര പ്രശ്നം, ഹൈപ്പർ ആക്റ്റീവ് ഉണ്ടാവും. ഇങ്ങനത്തെ കുട്ടികൾക്കൊക്കെ എന്താണ് അവരെ വൈകാരികമായിട്ട് ഇമോഷൻസ് കറക്റ്റ് സമയത്തൊന്ന് പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓരോ സ്പോട്ടിലും എവിടെയാണ് അവർക്ക് സന്തോഷവും ദുഃഖമൊക്കെ ഉള്ള ആ സമയത്ത് ഈ ഒരു കാര്യം അവർക്ക് എന്താണ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആള് എവരിവൺ ഈസ് ഓക്കെ എന്നാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. ഇപ്പൊ ഞാൻ തന്നെ പറയണ എനിക്കൊരു പ്രശ്നമുണ്ട്, അപ്പോൾ ആ പ്രശ്നം ഞാൻ മനസ്സിൽ മാത്രം കൊണ്ട് നടന്നാൽ അത് നടക്കുമോ? ഇല്ല. നമ്മൾ ആരോടെങ്കിലും പറയണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പൊതുവെ പറയാണ്, ഓ നിന്നോടൊന്ന് സംസാരിച്ചതിന് ശേഷം എനിക്ക് റിലാക്സേഷൻ ഉണ്ട്. കാരണം എന്താണ്, നമ്മൾക്ക് മനസ്സിൽ കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരാളോട് ഷെയർ ചെയ്യുമ്പോൾ നമ്മളെന്താണ് ഒരു റിലാക്സ്, കാരണം ഒരു ഭാരം കൂടെ ഒഴിഞ്ഞു പോവുക എന്ന് പറയാറില്ലേ, അതേപോലെയാണ് ഈ ഒരു ഗോൾ സെറ്റിങ്ങിന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ എന്താണ് ഈ ഒരു അവരുമായിട്ട് നമ്മൾ കൗൺസിലിംഗ് സെഷനിൽ ഓരോ സെഷനിലും എന്താണ് സ്ഥിരത ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യം അവർക്ക് ചിന്തകൾ, ഈ ഒരു ചിന്ത നിങ്ങൾക്ക് എന്നും കൊണ്ടുപോയാൽ നിങ്ങളുടെ ലൈഫ് ഓക്കെയാണ്, നിങ്ങൾ എപ്പോഴും ഒരാളെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ കുടുംബത്തോട് നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു ചിന്ത നിങ്ങൾ മനസ്സിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, മോർ കൊഹിറന്റ് എന്നാണ് നിലവിലുള്ള ഒരു തെറ്റായി കിടക്കുന്ന അവരെ ലൈഫ് പാറ്റേണുകൾ എന്താണ് ഒരു സ്റ്റേബിൾ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഇതുവരെയുള്ള ഓക്കെ അല്ലേ? ഇനിയിപ്പോ ഇതില് പ്രധാനമായിട്ടും നമുക്ക് കുറച്ച് എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിൽ പ്രധാനമായിട്ടും ഗെയിൻ ഇൻസൈറ്റ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ഇമോഷണൽ പാറ്റേൺ, അയാളെ ഇമോഷൻസ് അയാൾക്ക് തന്നെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ചിന്തകളും അയാളുടെ വികാരങ്ങളും എന്താണ് പരമാവധി അയാൾക്ക് തന്നെ മനസ്സിലാകുന്ന ഒരു രീതിയിൽ അയാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെന്താണ്, ഏതൊരു സാഹചര്യത്തിലും അയാൾക്ക് എന്താണ് ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. അത് മുൻകാലത്ത് എനിക്കൊരു മോശമായിട്ടൊരു അനുഭവം ഉണ്ടായിരുന്നു, ആ അനുഭവം നമ്മൾ ഏകദേശം അയാളെ പറഞ്ഞ് മനസ്സിലാക്കി. ഇനി എന്നെങ്കിലും ഇതേ ഒരു സിറ്റുവേഷൻ, ഒരു പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ വന്നാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള രീതി അവർക്ക് നമ്മൾ ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുക്കണം. കാരണം ആ ഇൻസൈറ്റ് ഉണ്ടാക്കുന്നതായിരിക്കും പിന്നെ അയാൾ ഒരു പ്രശ്നത്തിൽ എവിടെ അയാൾ ലൈഫിൽ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അതേപോലെ ഡെവലപ്മെന്റ് സെൽഫ് അവയർനെസ്സിലേക്ക് പോവുകയാണെങ്കിൽ വൈകാരികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ അത് ഒരു പ്രശ്നം വരുന്ന സമയത്ത് അയാൾക്ക് മനസ്സിലൂടെ എന്താണ് ചിന്ത കടന്നു പോകുന്നത്, ആ ചിന്തയെക്കുറിച്ച് അയാൾ പറയും, എന്ത് ചിന്തയാണ് എൻ്റെ മനസ്സിലൂടെ ഇപ്പൊ കടന്നു പോകുന്നത്, എന്ത് ഇമോഷൻസ് ആണ് എനിക്ക് ഫിസിക്കലി ആയിട്ട് കിട്ടാൻ പോകുന്നത്. അത് ജസ്റ്റ് അതിനെപ്പറ്റി ആളോട് തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റിയ സ്വന്തം ക്ലയന്റിനോട് തന്നെ പറയാ, നിങ്ങളെ മനസ്സിലൂടെ എന്താണ് കടന്നു പോകുന്നത്, ആ ചിന്തകളെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക. എന്താണ് നിങ്ങൾക്ക് ഇമോഷൻ, അഗ്രഷൻ ആണോ, ഇനിയിപ്പോ പിന്നെ സാഡ് ആണോ, എന്താണ് വരുന്നത് അതിനെപ്പറ്റി പിന്നെ അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്ന് കൂടി ഇതിന്റെ കൂടെ കൂട്ടാം. കാരണം എനിക്ക് എന്തുകൊണ്ടാണ് അഗ്രഷൻ എപ്പോഴും വരുന്നത്, എനിക്ക് എപ്പോഴും എന്താണ് പിന്നെ ഈ ഒരു കൂടുതലായിട്ട് പിന്നെ സങ്കടം പ്രയാസങ്ങളും വരുന്നത്, അതെന്താണ് അവരെ കൊണ്ട് തന്നെ നമ്മൾ അവർ ചോദിച്ച് പറഞ്ഞു കൊടുത്തിട്ട് അവരെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കുന്ന രീതിയിലായിരിക്കണം. ഇനിയിപ്പോ ഒരു ഡെവലപ്മെന്റ് സെൽഫ് അവയർനെസ്സിൽ കൊടുക്കുന്ന സമയത്ത് അവർ പറയാണ്, പിന്നെ എന്നെ ഒരു ലവ് അഫെയർ എടുക്കാം നമുക്ക് ഉദാഹരണമായിട്ട്. അപ്പോൾ കുട്ടി പറയാണ് അയാൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല.
അപ്പോൾ ശ്രദ്ധിക്കില്ല എന്ന് പറയുമ്പോൾ അതെന്നും അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ് ഒരു കൗൺസിലർ എന്ന് മുതലാണ് അയാൾ നിങ്ങളെ ശ്രദ്ധിക്കാണ്ടായത്? അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ഇന്നലെ മുതലാണോ? ഇനി കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാണ്? അതിനു മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്? എന്നുള്ള കാര്യങ്ങൾ എന്താണ് ഈ ഒരു അവയർനെസ്. കാരണം ഏതൊരു ചിന്താഗതി അല്ലെ ഏതൊരു പ്രശ്നബാധിത മേഖലയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ബിഫോറും ആഫ്റ്ററും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം. അതിൽ നമ്മൾ ഒബ്സർവ്, നേരത്തെ പറഞ്ഞിട്ടുള്ള കോൺസെൻട്രേഷൻ, ഇതൊക്കെ എന്താണ് വളരെ ക്ലാരിഫിക്കേഷൻ ഒക്കെ എന്താണ് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ അച്ചീവ് ഇന്റഗ്രേഷനിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് ചീത്തയും നല്ലതും ചീത്തയും വേർതിരിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ചിന്തകൾ ഇത്രത്തോളം മോശമായിട്ടുള്ള ചിന്തകളാണ്. അത് മോശമായിട്ട് എന്ന് പറയുന്നതിന് പകരം നമുക്ക് മനസ്സിലാക്കി ഈ ഒരു ചിന്ത ജസ്റ്റ് ഒന്ന് നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ പ്രയാസങ്ങൾ പാവും. പിന്നെ നല്ല ചിന്തകൾ എന്താണ്? അതിന് പകരം എന്താണ് ഈ ഒരു ചിന്ത നിങ്ങൾ കൊണ്ടു നടക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു ചിന്ത നിങ്ങൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ എന്താണ് അത് നല്ല രീതിയിൽ നിങ്ങളെ ലൈഫ് കൊണ്ടുപോകും. അതാണ് ഒരു അച്ചീവ് എന്ന് പറയുന്നത്. ആ ചിന്തകളൊന്നും പൊസിഷൻ മാറ്റിയിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടിലേക്ക് മാറ്റുന്നതിനെയാണ് അച്ചീവ് എന്ന് പറയുന്നത്. ഇതും എന്താണ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള എന്താണ് ഡൈനാമിക് ടൂൾസ് തന്നെയാണ്. ഇനിയിപ്പോൾ ഓരോ ട്രീറ്റ്മെന്റിൽ ആദ്യ ഒരു സെഷനിൽ തന്നെ പിന്നെ ഒരു PPT മാറിപ്പോയിട്ടുണ്ടോ സംശയം. ഓക്കെ, ആദ്യത്തെ ഇതിൽ തന്നെ ഏർലി ആദ്യം നമ്മൾ ഈ സെഷനിൽ എടുക്കുന്ന ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ ആദ്യത്തെ 1 മണിക്കൂർ എന്നൊക്കെ ആണെങ്കിൽ തുടക്കത്തിൽ തന്നെ എന്താണ് അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് അവരെ കുറേ നമ്മൾ പ്രശ്നങ്ങൾ കേട്ടു, അവരെ ഐഡന്റിഫൈ ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് അവരുമായിട്ട് സംസാരിക്കുന്ന ഇടയ്ക്ക് പ്രധാനമായിട്ട് നമുക്ക് നല്ലൊരു റാപ്പോൾ ബിൽഡപ്പ് ഉണ്ടാക്കുക, അതൊക്കെയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിന് പുറമെ എന്താണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ട്രാൻസ്ഫറൻസ് കൂടി നടക്കണം. കാരണം അവരെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അവർ അബോധാവസ്ഥയിൽ ഒരു അൺകോൺഷ്യസ് മൈൻഡിൽ നിൽക്കുന്നത് പോലെ നമ്മളെന്താണ് അവരുടെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്ന ഒരു സ്റ്റേജാണ് ഏർലി ഫേസ് സ്റ്റേജ് എന്ന് പറയും. അത് തുടക്കത്തിൽ തന്നെ കാരണം ഒരുപാട് അങ്ങോട്ട് നമ്മൾ എന്താണ് മറ്റുള്ള ടൂൾസും കാര്യങ്ങളൊന്നും ഉപയോഗിക്കണമെന്നില്ല. ഈ ഒരു തെറാപ്പിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഡയറക്റ്റ് ആയിട്ട് തെറാപ്പി സെഷനിലേക്ക് തന്നെ കൊണ്ടുപോവുക. ഇനിയിപ്പോൾ അടുത്ത അതിന്റെ പുറമെ എന്താണ് അതിൽ ബിഗിനിങ് ഐഡന്റിഫൈ എന്ന് പറയുന്നത് എന്താണ് അവരെ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആരാണ്, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ആരാണ്, നിങ്ങളെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അത് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, അത് കറക്റ്റായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ സെക്കൻഡ് ഫേസിലേക്ക് വരുന്ന സമയത്ത് അത് മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളിലേക്കാണ്. അതായത് അവർക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ സ്പ്ലിറ്റിംഗ് ഉണ്ടായിട്ടുണ്ടോ, അതിൽ ഏറ്റുമുട്ടൽ കോൺഫ്രണ്ടേഷൻ എന്ന് പറയുന്നത് പോലെ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ടോ, അതിൽ ഡിഫൻസ് ആയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, ആ ഒരു പ്രശ്നങ്ങൾ മൊത്തം പൂർണ്ണമായിട്ട് അറിയുന്ന ഒരു സ്റ്റേജാണ്. കാരണം ആദ്യത്തെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അയാളുടെ പൂർണ്ണമായിട്ട് ഒരു റാപ്പോ ബിൽഡപ്പ് എടുക്കുക. അതിന് ശേഷം എന്താണ് 5 മിനിറ്റ് റിലാക്സേഷൻ എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു തെറാപ്പി. അതാണ് ഈ ഒരു 3 സ്റ്റേജ് പോലെ കൊടുക്കുന്നത്. ആദ്യത്തെ 20 മിനിറ്റ് നമ്മൾ റാപ്പോ ബിൽഡപ്പിന് എടുക്കുന്നു, അയാളെ പൂർണ്ണമായി MSE റിപ്പോർട്ട് എടുക്കുന്നു. അതിനുശേഷം വന്ന ഒരു 5 മിനിറ്റ് അയാൾ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് എഴുന്നേറ്റ് പോവുക, അയാൾ വന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം കുടിക്കാനോ ജസ്റ്റ് ഒരു ഗ്യാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മിഡിൽ ഫേസിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ഇനിയിപ്പോൾ പൂർണ്ണമായ പ്രശ്നബാധിത മേഖലയിലേക്ക് പോയി. അതിനുശേഷമാണ് വീണ്ടും ഒരു 5 മിനിറ്റ് നമ്മൾ എടുക്കുന്നു, പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഇനിയിപ്പോൾ ലാസ്റ്റ് ഫേസിലേക്ക് വരുന്ന സമയത്ത് അയാൾ പ്രധാനമായിട്ടും അയാളെ സ്വന്തത്തെ മനസ്സിലാക്കാനും അയാളെ നല്ലതും ചീത്തയൊക്കെ തിരിച്ചറിയാനുള്ള ഇവിടുന്ന് എൻ്റെ തെറ്റുകൾ ഞാൻ തന്നെ മനസ്സിലാക്കുന്നു, എൻ്റെ ചിന്തകളൊക്കെ തെറ്റായിരുന്നു, കാരണം എനിക്കത് മനസ്സിലായി തുടങ്ങി. ഇനിയിപ്പോൾ ഏതൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും എനിക്ക് എന്താണ് ഞാൻ ഇതേപോലെ തന്നെ ആയിരിക്കും, എനിക്ക് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഡിസിഷൻ എടുക്കാൻ പറ്റും. ഞാൻ ഇന്ന ആളുകളോട് മോശമായി പെരുമാറാൻ പാടില്ലായിരുന്നു, ആ ഒരു സിറ്റുവേഷൻ അത് സംഭവിച്ചു പോയതാണ്, അതല്ലാതെ അവർ എല്ലാ കാലം മോശക്കാരല്ല എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് എത്തുന്നതാണ് ലാസ്റ്റ് ഫേസിലേക്ക് കൊണ്ടുവരുന്നത്. ഇനിയിപ്പോൾ ഇതിൽ ഒരു കൺക്ലൂഷൻ പറയുന്നതിന് മുമ്പ് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് നേരത്തെ പറഞ്ഞു, ക്ലാരിഫിക്കേഷൻ, കോൺഫ്രണ്ടേഷൻ ആണ്, പിന്നെ അതേപോലെ ഇന്റർപ്രിറ്റേഷൻ. ഈ 3 ടൂൾസുകൾ എന്താണ് പരമാവധി നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കണം ഈ ഒരു തെറാപ്പി. പിന്നെ ഒരു തെറാപ്പിയുടെ സ്ട്രക്ചേർഡ് എന്ന് പറയുന്ന സമയത്ത് പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഒന്ന് ഐഡന്റിറ്റിയാണ്, അയാളെ പൂർണ്ണമായിട്ടും ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെന്താണ് ഡിഫൻസ് ഓപ്പറേഷൻ എന്ന് പറയും. ഡിഫൻസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ് പരസ്പര വിരുദ്ധമായിട്ട് കാര്യങ്ങൾ അയാൾ എന്തെങ്കിലും പറയുന്നുണ്ടോ, അതായത്
ചില കേസിൽ അയാളെ പ്രശ്നങ്ങൾ പറയുന്ന സമയം യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇതിൽ ഇടയിൽ കയറി വരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എന്താണ്, പിന്നെ അടുത്തത് റിയാലിറ്റി ടെസ്റ്റിംഗ് ആണ്. ഇത് PPTയിൽ വന്നിട്ടില്ല, ജസ്റ്റ് മറന്നു പോയതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് PPT അറേഞ്ച് ചെയ്തുകൊണ്ട് ഇത് ഒന്ന് എഴുതിയെടുക്കാൻ പറ്റുന്നവർക്ക് എഴുതാം, അല്ലെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്ത് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ റിയാലിറ്റി ടെസ്റ്റിംഗ് ആണ് അടുത്തത്. അത് ആക്ച്വലി അയാൾക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അതായത് ആക്ച്വലി ഏത് സിറ്റുവേഷനിലാണ് അയാൾ കടന്നു പോയിട്ടുള്ളത്, ആ കടന്നു പോയിട്ട സമയത്ത് ഇമോഷനും തോട്ടും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവരോട് ചോദിക്കുക. പിന്നെ അതേപോലെ തന്നെ ക്വാളിറ്റി ഒബ്ജക്റ്റീവ്, അതായത് അയാൾ ഇപ്പൊ നിലവിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ അത് എത്രത്തോളം അയാൾക്ക് ഈ ഒരു പ്രശ്നം മാറിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ മാറാൻ സാധ്യതയുണ്ട്, എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ അയാൾ പറയുകയാണെങ്കിൽ അതൊരു ഒബ്ജക്റ്റീവ് ക്വാളിറ്റിയാണ്, നമ്മളായിട്ട് അവർക്ക് കൊടുക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ അഗ്രഷൻ എന്ന് പറയുന്നത് എന്താണ്, ഭയങ്കര ദേഷ്യം. അത് ഏത് സമയത്താണ് എന്നുള്ളത്, അതുകൊണ്ട് അയാൾ എന്താണ് എന്താണ് അയാൾ പഠിക്കുന്നത്. ഒരു അഗ്രഷൻ, ഒരു സാഹചര്യത്തിൽ അയാൾക്ക് ദേഷ്യം വരുന്നു, ഭയങ്കര ചൂടാവുന്നു, അതുകൊണ്ട് അയാൾ എന്ത് ബിഹേവിയറാണ് അവിടെ കാണിക്കുന്നത്, എന്ത് സ്വഭാവമാണ്, എന്ത് ചിന്തയാണ് അയാളുടെ മനസ്സിലുള്ളത് എന്നുള്ളത് നമ്മൾ അയാൾ ചോദിക്കുക. ചിലപ്പോൾ ഈ അഗ്രഷനുള്ള ആളുകൾ ചിലപ്പോൾ ഫാമിലി ലൈഫിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഭാര്യയായിട്ട് സംസാരിച്ച് ചിലപ്പോൾ മോശമായിട്ട് സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം മിണ്ടാണ്ട് അങ്ങോട്ട് പോവാം, കാരണം അവിടെ ഇമോഷൻ പ്രകടമാകുന്നില്ല. അപ്പോൾ ചില കേസ്, ഇപ്പം അടുത്ത കാലത്ത് ഒരു കേസ് വന്നാൽ അയാൾ ഭാര്യ പറയാണ്, എന്നോട് ഭയങ്കര വഴക്ക് കൂടിയാലും എന്നെ ഒരിക്കലും മോശമായിട്ടുള്ള വാക്കുകൾ എന്നോട് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത്. കാരണം പിന്നീട് അയാൾ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞ് എനിക്കത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾക്കറിയാലോ, ഫാമിലി കോൺഫ്ലിക്റ്റിന് വളരെ മോശമായിട്ടുള്ള അച്ഛനെയും അമ്മേനെയൊക്കെ വിളിച്ച് പറയും, വളരെ മോശമായിട്ടുള്ള വേർഡ്സുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് പല കേസുകളിലും. പക്ഷേ ഈ ഭാര്യ പറയണത് എന്താണ്, എന്നെ ഇതുവരെ ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് വാക്കാലെ പോലും അയാൾ എന്നെ ഒരു മോശമായിട്ട് വാക്കും പറഞ്ഞിട്ടില്ല. പിന്നെ ഇയാളതിലേക്ക് വന്നപ്പോഴാണ് ഇയാളെ സൈഡിലേക്ക് ആ സമയത്ത് ഞാൻ സൈലന്റ് ആയി പോവാണ് ഓട്ടോമാറ്റിക്, എനിക്കത് പറയാൻ പറ്റില്ല, പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അഗ്രഷൻ സീക്കിങ് എന്താണെന്ന് നമ്മൾ അറിയണം. അതേപോലെ തന്നെ മോറൽ ഫങ്ഷൻ ഇഷ്യൂസ് എന്ന് പറയുന്ന കാര്യങ്ങൾ, അതായത് മോറൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്തെങ്കിലും പുതിയ അക്സെപ്റ്റൻസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അക്സെപ്റ്റൻസ്, അതേപോലെ തന്നെ സോഷ്യൽ ലൈഫിൽ എന്തെങ്കിലും പുതിയ കണക്ഷൻസ് വളരെ രീതിയിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അതേ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഈ ഒരു തെറാപ്പി കൊണ്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് സെൽഫ് ആൻഡ് അതേഴ്സ്, ഞാൻ ആരാണ്, എൻ്റെ മുമ്പിലുള്ള ആളുകൾ എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. പിന്നെ ഈ ഒരു തെറാപ്പീൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് ആദ്യം ഒരു തോട്ടാണ്, ചിന്തയാണ് വരുന്നത്. ചിന്തയുടെ താഴെ എന്താണ്, ഡോട്ട് കഴിഞ്ഞിട്ട് നീഡ്സ്, എന്താണ് ആ ചിന്ത കൊണ്ട് എനിക്ക് ആവശ്യം, ആ ആവശ്യം കൊണ്ട് എൻ്റെ ഫീലിങ്സ് എന്താണ്, ആ ഫീലിങ്സ് കാരണം ഞാൻ എന്ത് സ്വഭാവമാണ് കാണിക്കുന്നത്. ഈ ഒരു മോഡൽ ടൈപ്പിലായിരിക്കും ട്രാൻസ്ഫറിൻ്റെ ഒരു സൈക്കോതെറാപ്പി നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ആദ്യം ചിന്തകളെ ഫോക്കസ് ചെയ്യുന്നു, അതിനുശേഷം ഈ ഒരു ചിന്ത കാരണം അയാളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ഈ ആവശ്യങ്ങൾ കാരണം അയാൾ എന്ത് ഇമോഷൻസ് ആണ് അവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ഇമോഷൻ പറ്റാത്തത് കൊണ്ട് അയാൾ എന്ത് ബിഹേവിയർ ആണ് മറ്റുള്ള ആളുകളോട് പ്രകടിപ്പിച്ചത് അല്ലെ പുറമെ കാണിക്കുന്നത് എന്ന് നമ്മൾ നോക്കണം. അതിനെന്താണ് കൊഗ്നിറ്റീവ്, അയാൾ ചിന്താപരമായിട്ട് നോക്കണം. പിന്നെ അഫക്റ്റീവ് മീൻസ് എന്താണ്, അയാളെ മൈൻഡ് എംപ്റ്റിനെസ് ആണോ, അയാൾ പൂർണ്ണമായും ഒന്നും പ്രയാസങ്ങൾ കൂടുതലായിട്ട് ഇൻവോൾവഡ് ആയിട്ടുണ്ടോ. പിന്നെ അതേപോലെ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താ, ഇമ്പൾസിവിറ്റി പോലെ, ADHD പോലുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള ഹൈപ്പർ പോലെയുള്ള ഡിപ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്കുണ്ടോ അല്ല മുതിർന്നവർക്കുണ്ടോ. അതേപോലെ ഇന്റർപേഴ്സണൽ ആയിട്ട് പ്രശ്നങ്ങൾ, അതായത് ഉള്ളിൽ സ്വന്തമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകൾ ഉണ്ടോ എന്നും നമ്മൾ ഒന്ന് അന്വേഷിക്കണം. പിന്നെ അസസ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഫൈനൽ സ്റ്റേജ് നമ്മൾ പറഞ്ഞ സമയത്ത് പ്രധാനമായിട്ട് ചോദ്യങ്ങൾ തന്നെയാണ്, എന്താണ് നിങ്ങളുടെ ചിന്തകൾ, അതാണ് നമ്മൾ അവരെ കൊണ്ട് ഒരു ജേണൽ പോലെ, കഥകൾ പോലെ, എന്താണ് ഒരു ലെറ്റർ പോലെ അവരെ കൊണ്ട് എഴുതിക്കുക. നിങ്ങളുടെ ചിന്തകളെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളെക്കുറിച്ച് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ചിന്തകളിലേക്ക് എഴുതി കാണിക്കുക എന്നുള്ളതാണ് ഈ ഒരു തെറാപ്പിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ഓക്കെ ആണോ എല്ലാവരും? യെസ് സർ. എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളത്? ചോദിക്കാം, കുറച്ച് സമയം കൂടി ഇരിക്കാം. ഈ തെറാപ്പിയുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്ലാസ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്ലാസ് നമുക്ക് വേണമെങ്കിൽ പിന്നെ
വേണമെങ്കിൽ കൊടുക്കാം, നമുക്ക് ചെയ്യാം. കാരണം ഇതൊരു ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രാക്ടിക്കലായിട്ടൊരു സെഷൻ വേണമെങ്കിൽ എപ്പോഴെങ്കിലും ചെയ്യാം നമുക്ക് ഇതൊക്കെ വേണമെങ്കിൽ. ഒരു തെറാപ്പി ഓൺലൈനിലായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു പ്രാക്ടിക്കലായി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതായത് ഞാൻ ചിലപ്പം അടുത്ത ഒരു മാർച്ച് 5 കൂടി നാട്ടിലുണ്ടാവും, അക്കാദമിയിലുണ്ടാവും. അങ്ങനെ അവിടെ എന്തെങ്കിലും സാറ് പറയുന്നത് പോലെ നമുക്കൊരു പ്രാക്ടിക്കൽ സെഷൻ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്തായാലും CV ഒരു പ്രാക്ടിക്കൽ വെക്കുന്നുണ്ട് അന്ന് ഒരു ഏതെങ്കിലും ദിവസം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഏതെങ്കിലും പബ്ലിക്കായിട്ട് തെറാപ്പികളൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു അവസരം ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കും എന്തായാലും. സർ ഈ ഗ്യാപ്പ് പറഞ്ഞല്ലോ, ആ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് മാത്രമേ അടുത്ത സെഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്ന്. ആ അപ്പം ആ. ആ ഗ്യാപ്പില് അവർക്കൊരു ബുദ്ധിമുട്ട് വരുമോ? ഒരു ടച്ച് വിട്ടൊക്കെ പോവോ? ഇല്ല ഇല്ല, അവർക്ക് ഒരിക്കലും അവരെ ഈ ഒരു മൈൻഡ് സെറ്റ് ക്ലിയർ ആയിട്ട് അവർ ഇനി ഇത് വേണ്ടാന്ന് ഉള്ള രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും അവർക്ക് നടക്കത്തില്ല. കാരണം അത്രയും വർഷങ്ങളുടെ ആൻസൈറ്റിയും ഡിപ്രഷനൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് സെഷൻ എടുത്തു കൊടുക്കേണ്ടി തന്നെ വരും. അപ്പൊ ഇത്രയും ഗ്യാപ്പ് വരുമ്പോ ആ ഒരു പ്രോബ്ലം വരുമോ? അത് ഈ ഒരു ആങ്സൈറ്റി കൊണ്ട് വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടോന്ന് അറിയണം. അതായത് ഒരു ആങ്സൈറ്റിക്കൊന്നും 2 ആഴ്ചയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതായത് ആഴ്ച ചിലപ്പോൾ ആങ്സൈറ്റി OCD ഒക്കെ ആണെങ്കിൽ ആഴ്ച ചിലപ്പോൾ 2, 3 ഒക്കെ കൊടുക്കേണ്ടി വരും. പക്ഷെ നമ്മൾ എന്താണ് ഇതിൽ ഇയാളെ ചിന്തയിലും ഇമോഷൻസും കാര്യങ്ങളൊക്കെ മാത്രം പ്രയാസമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ ഈ ഒരു പാറ്റേണിൽ നമുക്ക് കൊണ്ടുപോകാം. കാരണം എന്താണ്, നമ്മൾ കൊടുക്കുന്ന ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമ്മുടെ സ്കില്ല് അവരോട് പറയുന്ന സമയത്ത് അടുത്ത 2 ആഴ്ചത്തേക്ക് വേണ്ടി അയാൾ കാത്തിരിക്കും. കാരണം നമ്മളൊരു സെഷന് കൊടുക്കുന്ന സമയത്ത് അത്രയും ഡീപ്പായിരിക്കണം. അയാളെ പൂർണ്ണമായി നമ്മൾ കേട്ടിട്ട് അയാളെ പ്രശ്നങ്ങൾ നമ്മൾ അയാളെ കേട്ട് അയാളെ പോലെ അതേപോലെ അങ്ങോട്ട് തിരിച്ചു പറയുമ്പോൾ അയാൾക്കൊന്ന് നോർമലായി തോന്നി തുടങ്ങണം. എൻ്റെ പ്രശ്നങ്ങൾ കേൾക്കാനും അറിയാനും ഒരാളുണ്ട് എന്നുള്ള തോട്ട് ഈ ഒരു തെറാപ്പി കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴെന്താണ് 2 ആഴ്ച കഴിയുമ്പോൾ അടുത്ത സെഷൻ വരുന്ന സമയത്ത് അയാൾ കാത്തിരിക്കും എൻ്റെ അടുത്ത പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, അല്ലെ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് നമുക്ക് ഫോളോ അപ്പ് നടത്താം, അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം, എങ്ങനെയുണ്ട് ഫീലിങ്സ്, പിന്നെ അതിൻ്റെ പറ്റിയ കൂടുതലായിട്ട് ആക്ടിവിറ്റീസ് കൊടുക്കുക. പുറത്തെ സോഷ്യൽ ഇൻറ്ററാക്റ്റീവായിട്ടുള്ള ആളുകൾ, അവരെ ഗ്യാതറിങ് ഗ്രൂപ്പായിട്ടുള്ള ആളുകളുമായിട്ട് കൂടുതൽ സമ്പർക്കം ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന പ്രോഗ്രാമുകളാണ്, അല്ലാണ്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതല്ല. സാറേ, ഈ ട്രാൻസ്ഫറൻസ് എന്ന് ശരിക്കും പറഞ്ഞാല് തെറാപ്പിസ്റ്റിനോട് ക്ലയന്റിന് തോന്നുന്ന ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് അല്ലേ? അതെ അതെ, അവരെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. അവരെ ഉള്ളിലെ ഇമോഷൻസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്പറൻസി എന്ന് പറയുന്നത്. ആ ഒരു ചിലപ്പോൾ ഒന്നും പറയാണ്ട് ചിലപ്പോൾ ഒരു കരച്ചിലൂടെ തന്നെ ആയിരിക്കും ചിലപ്പോൾ അവരെ ഇമോഷൻസ്. അല്ല ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, അവരിങ്ങനെ സംസാരിച്ചിനൊന്ന് ഇടറുന്ന സമയത്ത് നമ്മളൊന്ന് അതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് എന്തോ ഒരു വിഷമം മനസ്സിലൂടെ അങ്ങ് കടന്നു പോയല്ലോ. അതൊക്കെ എന്താണ് നമ്മൾ കൂടുതലായിട്ട് അവർക്ക് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് തന്നെ മനസ്സിലാക്കും ഞാൻ പറഞ്ഞ കാര്യം ഇയാൾക്ക് മനസ്സിലായി എന്നുള്ളത്. അത് ഇമോഷണൽ ഔട്ട്ലെറ്റിനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുകയാണല്ലേ? സൃഷ്ടിച്ചു കൊടുക്കുക, അതന്നെ. സാർ, ഈ ട്രാൻസ്ഫറൻസ് നമ്മൾ എഗൻസ്റ്റ് ആയിട്ട് കൗണ്ടർ ട്രാൻസ്ഫറൻസ് ഒക്കെ കൊടുക്കേണ്ടി വരും. എങ്ങനെ മനസ്സിലായില്ല, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ പറ്റും? അതിന് എഗൻസ്റ്റ് ആയിട്ട് കൗണ്ടർ ട്രാൻസ്ഫറൻസ് കൊടുക്കേണ്ടി വരില്ല ചിലത് വളരെ ആവുമ്പോ? അതെ അതെ, അതിന് ചിലത് സിവിയർ അനുസരിച്ച് നമ്മൾ കൊടുക്കേണ്ടി വരും. സാധാരണ പിന്നെ ഈ പറഞ്ഞതുപോലെ പല തെറാപ്പികളിൽ നിന്നൊക്കെ നമ്മൾ കുറച്ച് ആടുന്ന ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് ആ സെഷൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. അപ്പൊ ഇത് എന്നെ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ പല പ്രശ്നങ്ങളും പിന്നീട് കാണാൻ സാധ്യത ഉണ്ടാവും. ചിലർ ഇമോഷണലി ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട് നമ്മള് ചിലപ്പോ അത് വേറെ സൈക്കോളജിസ്റ്റിനെ റെഫർ ചെയ്യേണ്ടി വരില്ല നമ്മളെ മാറാൻ ഇതിന്റെ ഒരു അതെ അതെ. ആ സമയത്ത് ഈ ഒരു തെറാപ്പിന്റെ പ്രത്യേകത ഒന്നുകൂടി പറയാൻ മറന്നു. എന്തെങ്കിലും സൂയിസൈഡ് തോട്ടൊക്കെ കാണുകയാണെങ്കിൽ ഈ ഒരു തെറാപ്പി പറയുന്നത് എന്താണ്, വേഗം റെഫർ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ഈ ഒരു ഇമോഷൻസ് കൺട്രോളും റെഗുലേഷൻസ് ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കരുത്. വേഗം ഒരു സൈക്കാട്രിക് ലെവലിലേക്ക് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ വേഗം റെഫർ ചെയ്യാൻ. അവിടെ പിന്നെ കൗൺസിലിങ്ങും നിങ്ങളുടെ വൈകാരികമായ പ്രശ്നങ്ങളൊന്നും കേൾക്കാൻ പിന്നെ നിൽക്കരുത് എന്നുള്ളത്. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം. സ്പ്ലിറ്റിംഗ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് അതിനെ പറ്റി ഒന്നുകൂടി പറയാമോ?
അതെ. ഈ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ സ്പ്ലിറ്റിംഗ് എന്ന് പറയണത് പിന്നെ പലതരത്തിലുള്ള അവർക്ക് നിലവിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ആളുകൾ അവരെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ കുറച്ചൊക്കെ വിട്ട് മാറി നിന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ദാമ്പത്തിക ജീവിതത്തിലൊക്കെ നേരത്തെ നമ്മളൊരു ഉദാഹരണം പറഞ്ഞില്ലേ, ഭാര്യ ഭർത്താവ് വേറെ വേറെ, അവർ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ, നല്ലൊരു ജീവിതം ഒരുമിച്ച് ഉണ്ടായിട്ടില്ല, അവർക്ക് പ്രശ്നങ്ങളാണ്, 2 റൂമിലാണ് കിടക്കുന്നത്. ഇങ്ങനത്തെ അവർക്കൊരു സ്പ്ലിറ്റിംഗ് ആയിട്ടുണ്ടോ നമ്മളറിയാം. ഏതൊരു പ്രശ്നത്തിൽ അവർക്കുണ്ടെങ്കിൽ ഇതൊരു മറ്റുള്ള ആളുകളുമായിട്ട് ഈ ഒരു പ്രശ്നം അയാളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം 2 കഷ്ണങ്ങളായി കിടക്കുന്നുണ്ട് എന്ന് നമ്മളറിയണം. കാരണം ഒരു ഫാമിലിയിൽ ഒരു ഭാര്യ ഭർത്താവിനെ യോജിപ്പിക്കുമ്പോൾ അവിടെ സ്പ്ലിറ്റിംഗ് ഇല്ല. ഇപ്പൊ രണ്ടാളുടെയും പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ട് ഇത് യോജിപ്പിക്കുമ്പോൾ അവിടെ സ്പ്ലിറ്റിംഗ് ഒഴിവാക്കി, അവിടെ ജോയിനിങ് വന്നു. ഇതാണ് നടക്കുന്നത് സ്പ്ലിറ്റിങ്ങിൽ. അപ്പോൾ അയാളെ മനസ്സിലുണ്ടാകുന്ന നല്ലതും ബാഡ് ഓർ വൈറ്റ്, അതായത് നല്ലതായിട്ടുള്ള അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന നല്ല ചിന്തകളെയും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കറക്റ്റ് നമ്മൾ മനസ്സിലാക്കി നല്ല ദിശയിലേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ സർ. ഹലോ സാർ. പറഞ്ഞോളൂ. സാർ, ഈ 1 അവർ കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ ഇമോഷണലി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ് ആണെങ്കിൽ അവരെങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യിക്കുക? അതിനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഓരോ 20 മിനിറ്റ് ഇല്ലേ, ഓരോ 20 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഗ്യാപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ആൾക്ക് ഏകദേശം റിലാക്സേഷൻ കിട്ടും. അന്നപ്പോൾ ഉണ്ടാകുന്ന ആ ഇമോഷൻസ് ആണ് അയാൾക്ക് ഒരു ഗ്യാപ്പും അയാളെ സ്വന്തമായിട്ട് ഫീൽ ചെയ്യാനുള്ള ഒരു അവസരമാണ്. അല്ലാണ്ട് അയാൾക്ക് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു സെഷൻ എടുക്കാൻ അല്ലെങ്കിൽ ഒരു ടൈം കിട്ടാനോ അല്ല. അയാളുടെ ഇമോഷൻസ് അത്രയും കാര്യങ്ങൾ പറഞ്ഞു. ആ സമയത്ത് ഒരു 5 മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ. അപ്പോൾ ഇപ്പം അടുത്ത കാലത്ത് ഞാൻ സംസാരിച്ച ഒരു ക്ലയൻറ്റുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു കരച്ചിൽ. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞു, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? അതെന്തിനാ സാറേ? സ്റ്റോപ്പ് ചെയ്തോ. സ്റ്റോപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അവിടെ റിലാക്സ് ചെയ്തു, ഒരു ബ്രീത്തിങ് എടുത്തിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങാം. അത് പിന്നീട് ആ ക്ലയൻറ്റ് കഴിഞ്ഞ ശേഷം സെഷൻ കഴിഞ്ഞ ശേഷം എന്നോട് എന്താ പറഞ്ഞതറിയോ? ആ ഒരു 5 മിനിറ്റ് സാർ മനഃപൂർവ്വം ചെയ്തതാണോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ചെയ്തത്? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്. അതിൻ്റെ എന്തായിരുന്നു ആ ഫീലിങ്സ്? എനിക്ക് വളരെയധികം വല്ലാത്തൊരു ആശ്വാസം തോന്നിയെന്ന് അവർ പറഞ്ഞ വാക്കുകളാണ്. അതാണ് ഇവിടെ നടത്തേണ്ടത്. ഓക്കെ സാർ. ഓക്കെ സാർ, താങ്ക് യു സാർ. ചില കേസുകളിൽ നമുക്കൊരു ടെർമിനേഷൻ കിട്ടാതാവൂലേ? അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യാം? ചില കേസസ് നമ്മളെ വല്ലാതെ മെന്റലി എഫക്ട് ചെയ്യില്ലേ? നമ്മുടെ ഉറക്കം കളയുന്ന ടൈപ്പ്, അതിനെന്താ ചെയ്യണ്ടേ? ആ ഉറക്കം പോണ സമയം നമ്മൾ അവരെ കൂടുതലായിട്ട് അവരെ പേഴ്സണലായിട്ട് അവരെ ചിലപ്പോൾ കൂടുതലായിട്ട് കണ്ടതായിരിക്കാം, അല്ലെങ്കിൽ അവരെ പ്രശ്നങ്ങൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവാത്തത്, അങ്ങനത്തെ കുറേ സാഹചര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം കേൾക്കുന്നിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും പേഴ്സണലായിട്ട് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ടെൻഷനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരു സെഷനിൽ നമുക്ക് അയാളെ പൂർണ്ണമായിട്ട് കേൾത്ത് അറ്റ്ലീസ്റ്റ് തൽക്കാലം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടുക. നമുക്കൊന്നും മനസ്സിലായിട്ടില്ല കാര്യങ്ങൾ, എന്നാൽ ഒരു ഊഹം വെച്ച് നമുക്ക് ജസ്റ്റ് ഒരു MSc റിപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയുമല്ലോ. അത് വെച്ചിട്ട് എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാൻ നമുക്ക് അടുത്ത സെഷൻ വരെ സമയമുണ്ടല്ലോ. തൽക്കാലം അവിടെ, കാരണം അവരെ മുമ്പിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു, നിങ്ങളെ പ്രശ്നം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയരുത്. പക്ഷെ നമ്മളൊരു ബ്രേക്ക് എടുക്കുക, അവരെ പ്രശ്നങ്ങൾ കേട്ടതിന് ശേഷം ഒന്ന് ബ്രേക്ക് എടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ അറിയുന്ന ആളുകൾ, നിങ്ങളെ പഠിച്ച ആളുകളുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളെ കൊളീഗ് അവരൊക്കെ കേസുകൾ ഡിസ്കസ് ചെയ്യുക. ഇങ്ങനൊരു കേസ് വന്നിട്ടുണ്ട്. ഞാനങ്ങനെ തന്നെ തുടക്കത്തിലും ഇപ്പോഴാണെങ്കിൽ എനിക്ക് കൺഫ്യൂസ്ഡ് ആയൊരു കേസ് വന്നാൽ ഞാൻ തൽക്കാലം ഒരു സെഷൻ അവിടെ നിർത്തും. എന്നിട്ട് അവർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു, എന്നിട്ട് നമുക്ക് എൻ്റെ സാറുണ്ട്, സാറിനെ വിളിച്ചു നോക്കും, അല്ലെങ്കിൽ അറിയുന്ന ആരെങ്കിലും നമ്മൾ അറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരെ വിളിച്ചു നോക്കും. ഓക്കെ, അതേപോലെ നമ്മൾ ചെയ്താൽ മതി. യെസ്, പറയുക. ഈ നമുക്ക് കേസൊക്കെ മനസ്സിലായി കഴിഞ്ഞാലും അവരുടെ ആ സിറ്റുവേഷൻ നമ്മളൊരു ഇമാജിനേഷൻ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ഭാരം ഉണ്ടാവും. നമ്മളിപ്പോ ഒരു നല്ല സിനിമയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഹോണ്ട് ചെയ്യില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ സിറ്റുവേഷൻ ശരിക്കും മനസ്സിലിട്ട് മറിച്ച് കഴിയുമ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാവും. അത് ചിലപ്പോൾ 1-2 ദിവസം നമുക്കൊരു ഇതായിട്ട് നമ്മുടെ മൂഡ് തന്നെ മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് എക്സ്പീരിയൻസ് വന്നു കഴിയുമ്പോൾ അതിനകത്ത് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ള എന്താന്ന് വെച്ചാൽ നമുക്കൊരു പിയർ ഗ്രൂപ്പ് വേണം. ഏതാണ്ട് നമ്മുടെ ലെവലിലുള്ള കൗൺസിലേഴ്സിന്റെ തെറാപ്പിസ്റ്റുകളുടെ ഒരു പിയർ ഗ്രൂപ്പ് ആഴ്ചയിൽ ഒരിക്കലും ഒരു വീഡിയോ മീറ്റിംഗ് കൂടുക, നമ്മൾ വാട്സാപ്പിലൊക്കെ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യും.
നമുക്കൊരു മാസ്റ്റർ കൗൺസിലർ വേണം. അവരുടെ അടുത്ത് നമ്മൾ അതെ മാസ്റ്റർ ഒരിക്കലെങ്കിലൊക്കെ പോയി സംസാരിക്കുകയൊക്കെ ചെയ്താലേ നമുക്ക് ഇതിൽ നിന്നൊരു ഇത് കിട്ടുള്ളൂ. കാരണം ചില സാഹചര്യത്തിൽ നമ്മൾ ഈ ക്ലയന്റിന്റെ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ തലയിലേക്ക് എടുത്ത് വെക്കുന്നത് പോലെ നമുക്ക് ആ, ചിലപ്പോൾ തോന്നും. അതെ കാരണം അതെ അത് മനസ്സിലാക്കാനുള്ള നമ്മുടെ ശ്രമം കൊണ്ടായിരിക്കും. അവരുടെ സിറ്റുവേഷൻ നമ്മൾ ഇമാജിൻ ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതിനകത്ത് പെട്ടുപോകണം, പേഴ്സണലൈസ് ചെയ്ത് പോകണതായിരിക്കും ചിലപ്പോൾ അത്. പക്ഷെ അതൊരു ആ, പല പ്രശ്നമാണ്. പല കൗൺസിലേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് അതെ നമ്മള് ഇങ്ങോട്ട് കയറാതെ, അതായത് ഇപ്പൊ ഡോക്ടറൊക്കെ രോഗിനെ പരിശോധിക്കുമ്പോൾ ഗ്ലൗസ് ഒക്കെ ഇട്ട് നോക്കുന്നതിന്റെ കാരണം വെച്ചാൽ അങ്ങോട്ട് രോഗം കയറരുതല്ലോ എന്ന് അതെ പറഞ്ഞ അതെ പോലെ നമ്മളൊരു ഡിഫൻസ് നമുക്ക് എപ്പോഴും വേണം. അതൊരു പ്രധാനപ്പെട്ട അതെ കാര്യമാണത്. അതെ. ഒരു എപ്പോഴാണ് നിങ്ങൾക്ക് ഒരു കേസിൽ സ്ട്രെസ് നിങ്ങൾക്ക് തോന്നുന്നത് അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ഉം. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ പോവുക. 1 മണിക്കൂറോ 2 മണിക്കൂറോ 1 ദിവസമോ 2 ദിവസമോ ഈ കേസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ആ ക്ലയൻറ്റിനോട് പറയുക ഒരു അടുത്ത സെഷൻ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്താണ് വേറൊരു കേസും സൈക്കോളജിക്കലി ആയിട്ടുള്ള മെൻ്റലി ആയിട്ട് ഒരു കേസ് നിങ്ങൾ എടുക്കരുത്. കാരണം നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കണത് നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ മറ്റുള്ള ഏതെങ്കിലും ഈ പറഞ്ഞ കേസുകളൊക്കെ ആയിരിക്കും. ഇപ്പോൾ ചില കേസുകളൊക്കെ നമ്മളിങ്ങനെ ഞാനൊക്കെ ആദ്യം ഒക്കെ വിചാരിക്കും, ഓ അടുത്ത ആഴ്ച ഒരു ക്ലയൻറ്റ് ഉണ്ട്, ആ ക്ലയൻറ്റ് എന്ന് അയാൾ വരാണ്ട് ഇന്ന് അത്രയ്ക്ക് രക്ഷപ്പെട്ടേനെ, ചിലപ്പോൾ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ ചിന്തകൾ നമ്മൾ വരും. കാരണം നമ്മൾ മനുഷ്യന്മാരല്ലേ. അപ്പോൾ എന്താണ് ഞാൻ ഈ ഒരു സ്ട്രെസ് ലെവൽ വരുന്ന സമയത്ത് ബുക്കും ഇപ്പോൾ ക്ലാസ് തന്നെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഫൈസൽ സാറിനോട് പറയും, എനിക്ക് ഒരു ഭയങ്കരമായിട്ടൊരു മെൻ്റൽ സ്ട്രെസ് ഉണ്ട്, ഞാൻ 2 ദിവസം ഇല്ലാന്ന്, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് ഒന്ന് കുറച്ച് അങ്ങോട്ട് നീട്ടണം, അല്ലെങ്കിൽ എനിക്ക് ശാരീരിക മാനസികമായ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ചിരിച്ചിട്ട് ഇമേജ് ഇട്ട് ഒരാൾ ഓക്കെ എന്ന് പറയും. കാരണം നമുക്കറിയാം, പുള്ളിക്കാരനും അറിയാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അതേപോലെയാണ് നമ്മൾ. കാരണം നമ്മളെന്നും കേസുകൾ കേട്ടിട്ട് നമ്മളെന്തിനാണ് ഈ ഒരു തലക്ക് ഭാരങ്ങൾ കൂട്ടുന്നത്? കാരണം നമ്മൾ നാട്ടിൽ വരുന്ന എല്ലാ കേസുകളും നന്നാക്കി കൊടുക്കണം എന്നുള്ളതൊന്നുമില്ല. നമുക്ക് എടുക്കാൻ പറ്റുന്നത് മാത്രം എടുക്കുക, അത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ ഒരാൾക്ക് റെഫർ ചെയ്യുക. ഇത് മാത്രം ചെയ്താൽ മതി. നമുക്ക് ഈശ്വരൻ അനുഗ്രഹിച്ചിട്ട് എവിടെ ആയാലും നമുക്ക് ജീവിക്കാനുള്ള എവിടെ നിന്നാലും കിട്ടും. സർ നമുക്കിപ്പോ ആരോ പറഞ്ഞല്ലോ ഉം. മനസ്സിലാക്കാൻ പറ്റാത്തത് വരുമല്ലോ, ആ ഒരു ആ സിറ്റുവേഷനിൽ നമുക്ക് ഒരു 15 മിനിറ്റ് റിലാക്സേഷൻ തെറാപ്പി ഒക്കെ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാം. അതൊക്കെ നമുക്ക് അതാ പറഞ്ഞത്, അത് നമ്മൾ കൊടുക്കുന്ന എക്ലറ്റിക് അപ്രോച്ച് അല്ലേ, സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള. ഓക്കെ. അവർക്ക് എന്തൊക്കെ അതുപോലെ അവരെ ജേണൽ എഴുതാൻ പോവാം. വീട്ടിലേക്ക് ഒരു 10 ദിവസമാണെങ്കിൽ 10 ദിവസം ജേണൽ എഴുതാൻ പറയുക. നിങ്ങളെ കാര്യങ്ങളൊക്കെ നിങ്ങളെ ചിന്തകളും കാര്യങ്ങളും ഒരു പേപ്പറിൽ എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ലെറ്റർ എഴുതിക്കോളാൻ പറയുക. എന്നാൽ ആ കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ എന്തെങ്കിലും ഡിപ്രസീവ് ആണെങ്കിൽ അല്ലെങ്കിൽ അവരോട് പറയാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീട്ടിൽ ഒന്ന് പുറത്തിറങ്ങാനോ വീട്ടുകാരൊക്കെ വിളിച്ച് ഏൽപ്പിച്ചു കൊടുക്കുക, ഇയാളെയും കൊണ്ടൊന്ന് പുറത്തേക്ക് പോകാനോ ഒരു ടൂർ പോകാനോ. ഇനി കുട്ടികളാണെങ്കിൽ എന്താ അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഗിഫ്റ്റുകൾ കൂടെ പാരൻറ്റിനോട് വാങ്ങിക്കൊടുക്കാൻ പറയുക. ഈ ചീത്ത പറയും കൽക്കാലം എന്താണ്, കുട്ടി എന്ത് കാണിച്ചാലും നിങ്ങൾ അത് നെഗറ്റീവായിട്ടൊരു റെസ്പോൺസും വേണ്ട എന്നുള്ള രീതി, ആ ഒരു രീതി നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇതൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. പിന്നെ തെറാപ്പി സെഷൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ആലോചിക്കാൻ ഒരു സമയം ഉണ്ടാവും. ആ സമയത്തിനുള്ളിൽ നമ്മൾ സൊല്യൂഷൻ കണ്ട് എന്താണ് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജ്, അതായത് ഇനീഷ്യൽ സെക്കൻഡ് സ്റ്റേജ് എന്നൊക്കെ പറയില്ലേ, എന്താണ് പ്ലാനിങ്, നമുക്ക് ആ വ്യക്തമായിട്ടൊരു പ്ലാനിങ് ഒരു കേസിൽ വേണം. അതെന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. അത് ആ സെഷൻ നമുക്ക് തന്നെ കിട്ടൂല, അത് നമ്മൾ അടുത്ത സെഷനിലേക്ക് റെഡിയാക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ല എന്ന് വെച്ചിട്ട് ആരും നിങ്ങളെ ചീത്ത പറയാനോ കേസ് കൊടുക്കാനൊന്നും ആരും വരില്ല. ആർഗ്യൂ പക്ഷെ ചെയ്യുന്നവരെ നമ്മൾ സാറേ ഒഴിവാക്കുന്നത്. ആർഗ്യൂ ചെയ്യുന്നവരെന്താണ്, നിങ്ങൾക്ക് അതുപോലെ ഒരു ഓപ്പോസിറ്റീവായിട്ട് ഒരു ആർഗ്യൂ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? കാരണം അല്ല എന്താണ് സാറേ, ആ നമ്മളോട് ആർഗ്യൂ ചെയ്യുന്നവരെ നമുക്ക് എന്ത് ചെയ്യാൻ ആ പറ്റും? അതിനൊക്കെ ഇപ്പം എന്താ പറയുക, ആർഗ്യൂ ചെയ്യുന്നത്. കാരണം ആർഗ്യൂ ചെയ്യുന്ന ഏത് രൂപത്തിലാണെന്ന് നമ്മൾ നോക്കണ്ടേ. നമ്മളെ മോശക്കാരാണാക്കുകയാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അല്ല, ഇതാക്കുകയാണോ? അവരുടെ തന്നെ പ്രശ്നങ്ങൾ പറഞ്ഞു പറഞ്ഞ് അവര് ആ തന്നെ ചിലപ്പോ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മളോട് പറയുകയാണെങ്കിൽ ആ നമ്മളതിന് തിരിച്ച് മറുപടി ഒന്നും പറയാതിരിക്കല്ലേ നല്ലത്. അതെ, വ്യക്തമായിട്ട് ആ ഒരു അവോയ്ഡൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾ തൽക്കാലം അങ്ങനെ കൊണ്ടുപോവുക. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ആ ഒരു ക്ലയൻറ്റ് നമ്മളെടുത്ത് പോയി കഴിഞ്ഞാൽ ഫോളോ അപ്പ് നല്ലതാണ്. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ മെസ്സേജ് അയക്കലും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ നിർത്തുന്നത് നല്ലതാണ്. കാരണം നമ്മളത് മെൻ്റലി നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും. ഒരു സെഷന് കഴിഞ്ഞ് പോയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് അടുത്ത സെഷനും 1-2 വട്ടം എന്നെ വിളിക്കാം. അത് നമ്മൾ കോൺട്രാക്റ്റിംഗ് എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. വ്യക്തമായിട്ടൊരു സമയം കൊടുക്കുക. ഇന്ന സമയത്ത് നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ അപ്പോഴേ അവൈലബിൾ ആവും. ഇതല്ലാണ്ട് വാട്സപ്പിലൂടെ ഇങ്ങനെ മെസ്സേജ് അയച്ച് എന്താണ്, ഞാനൊക്കെ കുറേ നമ്പർ ബ്ലോക്ക് ആക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം എന്താണ്, അവർക്ക് ദിവസം കൂടുതൽ പ്രശ്നങ്ങളാണ്.
പ്രശ്നങ്ങൾ ഒരു എന്താണ് ഒരു ചൈത്രയാത്ര തന്നെയാണ്. കൂടെ കുറപ്പായിട്ടുണ്ട്. കാരണം അതൊന്നും നമ്മളെക്കൊണ്ട് സൊല്യൂഷൻ ആക്കി കൊടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഒരു ഡൈവോഴ്സിലോ ഫാമിലി കേസിലൊക്കെ ഞാൻ ഒരിക്കലും അവരോട് ഈ ക്ലയന്റിനോട് പറയണ്ട, നിങ്ങളെ പ്രശ്നം നിങ്ങൾ ഒന്നിച്ച് യോജിപ്പിക്കൽ എൻ്റെ ജോലിയല്ല. നിങ്ങളെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ എന്താണ് രണ്ടാളും ഞാൻ തിരിച്ചറിഞ്ഞിട്ട് പിന്നെ യോജിക്കൽ നിങ്ങളാണ്. അതാണ് കൗൺസിലേഴ്സിന്റെ പണി. അല്ലാണ്ട് എവിടെയോ പ്രശ്നമായിട്ട് രണ്ടാളെയും ഒരു കൂട്ടി യോജിപ്പിക്കുക, അതൊന്നും നമ്മളല്ല. ഇനിയിപ്പോൾ യോജിപ്പിച്ചില്ലെങ്കിലോ ആ കൗൺസിലറിന്റെ പ്രശ്നമാണെന്ന് അവർ പറയുക. അതല്ല, രണ്ടാളെയും തെറ്റുകളും ശരികളും നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ഇവിടെയായിരുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ, ഇവിടെയായിരുന്നു നിങ്ങളുടെ ശരികൾ, അത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഏതൊരു കൗൺസിലർ പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഫാമിലി കേസിൽ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ഭാഗത്തേക്ക് മാത്രം ഇമോഷൻസ് ആയത് മറ്റ് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം നമുക്ക് ആ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും. എന്ത് ട്രീറ്റ്മെന്റ് ആണ് അവിടെ കൊടുക്കേണ്ടത്, എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെന്നൊരു കൺഫ്യൂഷൻ നമുക്ക് നിങ്ങൾ പറഞ്ഞ സ്ട്രെസ്സും കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായി ഇൻക്രീസ് ആയിട്ട് മേലോട്ട് കയറി വരും. അതിന് അവരോട് നമ്മൾ ആദ്യം തന്നെ പറയേണ്ടത്, നമ്മൾ പ്രശ്നം പരിഹരിക്കല്ല, പരിഹാരം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, അതിനുള്ള വേ നമ്മൾ കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ എന്ന് ആദ്യം തന്നെ പറയണം, അല്ലേ? അതെ, എക്സാക്ട്ലി കറക്റ്റ്. ഇതാണ്, അത് സൈക്കോ എഡ്യൂക്കേഷൻ ആണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. ഗൈഡൻസ് മാത്രമേ ഉള്ളൂ. അതെ, ഗൈഡൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ ഈ പറഞ്ഞ് നമ്മൾ ഒരുപാട് CBT മറ്റുള്ള പോലെ അതിൽ ഒരുപാട് ടൂൾസും കാര്യങ്ങളും അവരെ പ്രശ്നം എവിടെ നിന്നാണ് വന്നിട്ടുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അതിനൊരു നമ്മളൊരു അവരൊരു വഴികാട്ടി ഗൈഡൻസ് എന്ന് പറഞ്ഞ പോലെ ഒരാളാവുക എന്നുള്ളതാണ്. പിന്നെ ഇതിൽ ആരോ എന്താണ് മെസ്സേജ്, ഒരു ജസ്റ്റ് മിനിറ്റ്, ആരോ ചാറ്റ് ബോക്സിൽ എന്തോന്ന് ഇട്ടിട്ടുണ്ട്. അനറോക്സിയ നെർവോസ, അത് പറയുന്നത് ഒരു ഈറ്റിംഗ് ഡിസോർഡർ ആണല്ലോ. യെസ്. അപ്പോൾ അതിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് CBTയിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ CBT ഏറ്റവും ബെസ്റ്റ്. എന്താണ് ഭക്ഷണം, അതെന്തിനാണ് കഴിക്കുന്നത്, അത് എപ്പോഴൊക്കെ കഴിക്കാം, ഏതൊക്കെ രീതി കഴിക്കാം എന്നുള്ളത് കുട്ടികൾക്ക് ആദ്യം ആളുകൾ മനസ്സിലാക്കുക. പിന്നെ അതേപോലെ ബോഡി ഡിസ്ഫോർമിക് ആയിട്ടുള്ള ആളുകൾ ഇതിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം ഓവറായിട്ട് ഭക്ഷണം കഴിക്കുക, ഓവറായിട്ട് അല്ലാതെ ഭക്ഷണം കഴിക്കുക, എന്നിട്ട് സ്വന്തം ശരീരത്തേക്ക് ഒരു പുച്ഛ സ്വഭാവം. ഞാൻ വളരെ ഫാറ്റിയാണ്, ഇന്ന ആൾക്കാർക്ക് ആർക്കും ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഞാൻ വളരെ മെലിഞ്ഞിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ ഒരു ചിന്തകളുള്ള ആളുകൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഒരു ഡിസോർഡർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അവരെ ചിന്താഗതികളൊന്ന് മനസ്സിലാക്കുക. അത് നല്ലൊരു സൈക്കോ എഡ്യൂക്കേഷൻ കൊടുത്താൽ തന്നെ പിന്നെ കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെയാണ് മൈൻഡ്ഫുൾനെസ് എക്സസൈസ്, യോഗ, അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ട് ബ്രീത്തിങ് എക്സസൈസ്, ഭക്ഷണം കഴിക്കാൻ കൂടുതൽ വിശപ്പ് തോന്നുന്ന സമയത്ത് മാത്രം കഴിക്കാൻ പറ്റുന്ന ശീലങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഓവറായിട്ട് ഭക്ഷണം, കുറച്ച് ഡയറ്റും സാലഡും പോലെ എല്ലാം മിക്സഡ് ആയിട്ട് ഭക്ഷണങ്ങൾ കൊടുക്കുക. ഇങ്ങനത്തെ ആളുകൾക്ക് വിശപ്പ് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ അതിൽ ചെയ്ത് കൊടുക്കുക. കാരണം ദിവസം കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാൾ എപ്പോഴും ഒരു ടൈമിൽ തന്നെ ഭയങ്കര ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് ദിവസം ഒരു 3, 4, 5 പ്രാവശ്യമാക്കി ഭക്ഷണം കൊടുക്കുക. അപ്പോൾ ഈ അനറോക്സിയ എന്ന് പറയുന്ന ഡിസോർഡർ നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് പെട്ടെന്ന് നടക്കില്ല, കുറേ കാലം കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം, മാറ്റിയെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഓക്കെ അല്ലേ? നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ സർ, താങ്ക് യു. ആ മെറ്റീരിയൽ ഷെയർ ചെയ്യുമല്ലോ അല്ലേ ഗ്രൂപ്പിൽ? മെറ്റീരിയൽ ഷെയർ കേട്ടോ, ഗ്രൂപ്പിലുണ്ടാവും. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട് അവിടെ. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രൂപ്പ് മെസ്സേജുകൾ അയക്കാം, ഇതുപോലെ തന്നെ കേസുകൾ ഷെയർ ചെയ്യാം. അവിടെ ഞാനും സാറും നമ്മുടെ എല്ലാ 4 കൺസൾട്ടൻസും അതിൽ ആ ഗ്രൂപ്പിലുള്ളവരാണ്. എല്ലാവർക്കും അതിൽ നമുക്ക് റീപ്ലൈ തരും. സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം. നിങ്ങൾക്ക് എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാം. അക്കാദമി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ഏതൊരു കാര്യത്തിലാണെങ്കിലും. ഓക്കെ, അപ്പോൾ താങ്ക് യു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. നല്ലൊരു സെഷൻ ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുപോലെ നമുക്ക് അടുത്ത വെള്ളിയാഴ്ച ചിലപ്പം ഉറപ്പില്ല, നോമ്പ് തുടങ്ങുന്ന സാഹചര്യമാണ്, ചിലപ്പോൾ ഞാൻ നാട്ടിലൊക്കെ എത്തുന്ന സാഹചര്യമാണ്. ഇല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും നോമ്പിനാണെങ്കിലും സമയമൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ എന്തായാലും ആഴ്ചയിൽ ഉണ്ടാവും. പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്യുക. സാറിന് അവിടെ വർക്ക് ഇത് തന്നെയാണോ, ക്ലിനിക്കാണോ? ഞാൻ ആദ്യം ഒരു
പിന്നെ ഒരു സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട പെട്രോളിയം കമ്പനിയിലാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് കൺവേർട്ട് ആയിട്ട് മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അതിൽ തന്നെ ഇൻഷുറൻസും കാര്യം ഹെൽത്തും ഒക്കെ ആയിട്ട്. അപ്പോൾ നിലവിൽ കുറച്ചൊരു ജോബ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചത് കൊണ്ട് പറയാണ്, നമ്മുടെ ഇവിടെ ഒരുപാട് ഇല്ലീഗലായിട്ട് കുറേ പ്രശ്നങ്ങളുള്ള ആളുകൾ, കുറേ കേസും കാര്യങ്ങളും പെടുന്ന ആളുകളുണ്ടാവും. അന്നപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് എന്ത് ചെയ്യും, കുറച്ച് ഫൈൻ അവർക്ക് കൊടുക്കും. അതായത് ഇപ്പോൾ ഒരു ആക്സിഡൻറ്റിൽ ഒരാൾ മരിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ആക്സിഡൻറ്റ് ചെയ്ത ആളെ അവർ അറസ്റ്റ് ചെയ്യും. ഇവിടെ കേസ് അങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പോൾ അവർക്ക് എന്താണ് ഈ പുറത്തെ ഒരു 2 ലക്ഷം 3 ലക്ഷം ദിർഹംസ് ഒക്കെ ഫൈൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇത് അടക്കാൻ ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ എന്താണ് ആ അടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് 23 ദിവസം എന്താണ് ഗവൺമെൻറ് സർവീസിൽ ഏതെങ്കിലും സെക്ടറിൽ പോയി ജോലി ചെയ്യണം. അങ്ങനെയുള്ള ആളുകളെ കൈകാര്യം ചെയ്യലാണ് പണി. കാരണം അവരെ ഇമോഷൻസ് നോക്കണം, അവരെ ചിന്താഗതികൾ നോക്കണം. 23 ദിവസത്തിൽ എല്ലാ ദിവസവും 8 മണിക്കൂർ സെക്കൻഡ് ബേസ് ഞാൻ അവരെ കൂടെ ഇടണം. പല ആക്ടിവിറ്റീസുകളും കൊടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. ആഴ്ചയിൽ 5 ദിവസം ഇങ്ങനെ. ഇപ്പം നിലവിൽ അങ്ങനെയാണ് പോകുന്നത്. ഇതാണ് കറൻ്റ്ലി ജോബ്. അതിൽ ചിലപ്പോൾ പറഞ്ഞിട്ട് എല്ലാ പേഴ്സണാലിറ്റി ഡിസോർഡറും ഉണ്ടാവും, പല പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പം അടുത്ത കാലത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിൽ ഒരു ലേഡി, ശ്രീലങ്കൻ ലേഡി നമ്മുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. അത് ചെറിയൊരു അശ്രദ്ധ മൂലം സംഭവിച്ചതാണ്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നു, വേറെ ആൾ ഡ്യൂട്ടി കയറി. ആ സമയത്ത് അയാൾ ജസ്റ്റ് ഒന്ന് ബാത്റൂമിലൊക്കെ പോയ സമയത്ത് ഈ ലേഡി ഭയങ്കരമായ പ്രശ്നം, വീട്ടിൽ പിന്നെന്താ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ എന്തേ പ്രശ്നങ്ങളുണ്ടായി, അവിടെ എന്തോ സംഭവിച്ചതാണ്. പ്രശ്നം നമ്മളോട് പറയില്ല എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അവരോട് ചോദിക്കാനും പാടില്ല, അത് റൂൾസാണ്. അപ്പോൾ അവരെ ചിലപ്പോൾ നമ്മളെ ഈ ഒരു ഇടപഴകലും പറ്റിയിട്ടുണ്ടാവില്ല, അതറിയില്ല. പക്ഷെ അവർക്ക് എന്തെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള ആ ഒരു ചിന്തയാണ് പെട്ടെന്ന് വന്നിട്ടുള്ളത്. അല്ല മരിച്ചാൽ മതി എന്നുള്ള ചിന്തയായിരിക്കാം. ആൾ സൂയിസൈഡ് ചെയ്തു ഒരു 2 മാസം മുമ്പ്. അങ്ങനെ കുറേ കേസുകളും ഇവിടെയും വരാം. നമ്മുടെ ശ്രദ്ധ എപ്പോഴും വേണം എന്നുള്ളതാണ്. അപ്പോൾ അതാ ഞാൻ പറയുന്നത്, എനിക്ക് ആരെങ്കിലും മെസ്സേജ് കുറേ നമ്മുടെ ഈ അക്കാദമിക് ഗ്രൂപ്പായിട്ട് വരും. അപ്പോൾ ഞാൻ മെസ്സേജുകളൊക്കെ ചിലപ്പോൾ കാണുന്നുണ്ടാവും. റീപ്ലൈ ഇല്ലെങ്കിൽ എല്ലാവർക്കും ഞാൻ റീപ്ലൈ തരും. ഒന്ന് റിവൈൻഡ് ചെയ്താൽ മതി. എവിടെയാ സാർ സ്ഥലം? ഞാൻ കോഴിക്കോടാണ്, കോഴിക്കോട് കുന്നമംഗലം. അല്ല, അബ്രോഡ് എവിടാണ്? അബുദാബി. അബുദാബി. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ് ഓൾ. താങ്ക്സ് അഗൈൻ. ബൈ. താങ്ക് യു. താങ്ക് യു സാർ. Thank you, sir. Yes, sir.